ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ട്രേഡിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മൾ ഈ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ SK സിസ്റ്റം യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു ഇൻട്രാഡേ ട്രേഡ് ഒക്കെ എടുക്കുക, എങ്ങനെയാണ് നമുക്ക് നല്ലൊരു സീക്വൻസ് കണ്ടുപിടിക്കുക. ഓക്കെ, എവിടെയാണ് നമുക്ക് ട്രേഡ് ചെയ്യേണ്ടത്, എവിടെ നമുക്ക് കറക്റ്റ് എൻട്രി പോയിന്റ് വരുന്നത്, ഓക്കെ, അതൊക്കെ നമുക്ക് കറക്റ്റ് അടിപൊളിയായിട്ട് സിമ്പിളായി കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഞാൻ ഈ ഒരു വീഡിയോ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഓക്കെ, സിമ്പിൾ ഒരു മാർക്ക് സ്ട്രക്ചർ യൂസ് ചെയ്തുള്ള ഒരു മോഡലാണ്. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. മനസ്സിലാത്തവർക്ക് ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ക്ലിയറൊക്കെ മനസ്സിലാക്കി തരും. ഓക്കെ, അപ്പം ഇതുപോലത്തെ അടിപൊളി 1:6 RR വരുന്ന ട്രേഡൊക്കെ എനിക്ക് സിമ്പിളായിട്ട് തന്നെ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതൊക്കെ എടുത്ത് ഞാൻ ലൈവായിട്ട് വീഡിയോ കാണിച്ച ട്രേഡാണ് ഇതൊക്കെ. ഓക്കെ, അപ്പം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോക്ക് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ മിസ്സായി പോകും. മിസ്സായി പോയിക്കഴിഞ്ഞാൽ പിന്നെ ഫുള്ളായിട്ട് പോകും. ഓക്കെ, അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്ത് മുന്നേറ്റ് കാണാൻ ശ്രമിക്കുക. പിന്നെ വീഡിയോക്ക് ലൈക്ക് അടിക്കാതെ ലൈക്ക് അടിച്ചാൽ മാത്രമേ വീഡിയോ റെക്കമെൻഡേഷൻ പോകുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്തെങ്കിലും കുഴപ്പമില്ല, മാക്സിമം നിങ്ങളൊന്ന് ലൈക്ക് വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് ആയിട്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തെങ്കിൽ ഓൾ ടച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇടാൻ പോകുന്ന ട്രേഡിംഗ് റിലേറ്റഡ് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ ചാനലിൽ. ഓക്കെ, അത് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ടച്ചിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, അപ്പം സെറ്റാക്കി ചെയ്യുക. ഓക്കെ, എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് SK സിസ്റ്റത്തിൽ എങ്ങനെയാണ് നമുക്ക് നല്ല ട്രേഡ്സ് കിട്ടുക, നല്ല എൻട്രീസ് കിട്ടുക, എവിടെയാണ് എൻട്രീസ്, ഏതാണ് ആക്യുറേറ്റ് സെറ്റപ്പ് പോയിൻ്റ്, ഏതാണ് നമ്മൾ POയിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, സ്റ്റോപ്പ് ലോസ് എവിടെയാണ് വെക്കേണ്ടത്, ഓക്കെ, അല്ലെങ്കിൽ ഈ സെറ്റപ്പ് എപ്പോഴാണ് ഉണ്ടാവുക, എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഇതെങ്ങനെ ഫോമിൽ നിന്ന് കണ്ടുപിടിക്കാം റിയൽ ടൈം ആയിട്ട്, അതൊക്കെ എല്ലാവർക്കുള്ള ഡൗട്ടാണ്. ഓക്കെ, ആ ഡൗട്ട് ഞാൻ ഇന്ന് വീഡിയോ ക്ലിയർ ചെയ്തുതരാം. സെറ്റപ്പ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് ഓൾറെഡി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ആയിട്ട് ഇട്ടതാണ്. ഓക്കെ, അതെല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. മനസ്സിലാവാത്തവർക്ക് ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഏറ്റവും സിമ്പിളാക്കി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത് ഈ ട്രേഡ് ഇവിടെ കാണാൻ പറ്റും. 1:5 ആണ് റിവാർഡായിട്ട് കിട്ടുന്നത്. ഓക്കെ, 1:5 ആണ്. ഓക്കെ, ഒരു 10 രൂപ നിങ്ങൾ റിസ്ക് എടുക്കാന്നുണ്ടെങ്കിൽ എനിക്ക് 50 രൂപയുടെ പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അത്യാവശ്യം നല്ല രീതിക്ക് RR ട്രേഡ്സ് ആക്കിയാൽ കിട്ടും. ഇത് കറക്റ്റ് എൻട്രി പോയിന്റ് ഉള്ളത് കൊണ്ടാണ്, നമുക്ക് സ്റ്റോപ്പ് ലോസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് കറക്റ്റ് RR കറക്റ്റ് കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞ് എൻ്റെ SK സിസ്റ്റത്തിൻ്റെ വീഡിയോയിൽ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഇന്ന് ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം. എൻട്രി എവിടെയാണ് കറക്റ്റ് വെക്കേണ്ടത്, സ്റ്റോപ്പ് ലോസ് എവിടെയാണ് കറക്റ്റ് വെക്കേണ്ടത്. മാർക്കറ്റ് ഇന്നൊരു സീക്വൻസ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എൻട്രീസൊക്കെ എവിടെയാണ് നിങ്ങൾ ഏതാണ്ട് ഉദ്ദേശിക്കേണ്ടതൊക്കെ ഞാൻ കറക്റ്റ് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കറക്റ്റ് കാണണം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ SK സിസ്റ്റത്തിൻ്റെ അഡ്വാൻസ് ഒന്നുമല്ല. ഓക്കെ, ഈ ഒരു നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് നമുക്ക് മീൻസ് SMC ബേസ് ചെയ്തിട്ട് മാർക്കറ്റ് സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് നല്ലൊരു ഫോർമേഷൻ, സീക്വൻസ് ഫോർമേഷൻ, അതെങ്ങനെയാണ് നമുക്ക് മാർക്കറ്റിൽ വർക്ക് ആകുന്നതും അതിൽ എങ്ങനെയാണ് എൻട്രീസ് വരുന്നതും അതിലെങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഇതിൽ ഞാൻ സ്മാർട്ട് മണി കോൺസെപ്റ്റ് മീൻസ് ഓർഡർ ബ്ലോക്കും അങ്ങനത്തെ കാണുന്നത് എക്സ്ട്രാ ആഡ് ആക്കുന്നില്ല. ജസ്റ്റ് ഞാൻ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും മീൻസ് പുതിയതായിട്ട് വീഡിയോ കാണുന്നവർക്ക് സീക്വൻസ് എങ്ങനെയാണ്, എന്താണ് സീക്വൻസ്, പിന്നെ എങ്ങനെയാണ് ട്രേഡ് കിട്ടുക, അതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് സ്പീഡ് പറഞ്ഞു പോകുന്നുണ്ട്. അതുകൂടാതെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അതാണ് പറയാണ്ട് പോകുന്നത്. അല്ലാണ്ട് SMC ഇൻക്ലൂഡ് ആക്കിയില്ല. SMC ഇൻക്ലൂഡ് ആക്കിയുള്ള ഓർഡർ ബ്ലോക്കും പിന്നെ ആ ഒരു മിക്സപ്പ് ആക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഈ വീഡിയോ ചെയ്ത് കിട്ടാൻ ഭയങ്കര കൺഫ്യൂഷൻ ആവും. നമുക്ക് കുറച്ചധികം പറയുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയേക്കാം. പക്ഷേ നിങ്ങളത് അപ്ലൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വർക്കാന്ന് കാണാൻ സാധിക്കും. സെറ്റപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഇതെല്ലാ കറൻസീസിലും അല്ലെങ്കിലും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ വർക്കാവുന്നൊക്കെ ചോദിക്കും. സ്റ്റോക്ക് മാർക്കറ്റ് എല്ലാ മീൻസ് ഈ ക്യാൻഡിൽസുള്ള എല്ലാ ചാർട്ടിലും ഇത് വർക്കാവും. ഓക്കെ, പക്ഷേ എനിക്ക് കൂടുതലായിട്ട് വർക്കായിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഈ ക്രിപ്റ്റോയിലാണ്. ഓക്കെ, അറിയാം, സീക്വൻസ് ആണ് പഠിക്കേണ്ടത്. ഓക്കെ, എന്താണ് സീക്വൻസ് ഉള്ളത്? ഓക്കെ, നമ്മൾ സീക്വൻസിൽ 0 എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, ആ 0 മുതൽ A എന്നിട്ട് മാർക്കറ്റ് B പോവും. B പോയ ശേഷം മാർക്കറ്റ് Cയിലേക്ക് പോകും. ഓക്കെ, ഈ C ആണ് നമ്മുടെ ടാർഗറ്റ് ഏരിയ. ഓക്കെ, അത് നമുക്ക് ഫിബനാച്ചി എക്സ്റ്റൻഷൻ ടൂൾ, നമുക്ക് ഫിബനാച്ചി എക്സ്റ്റൻഷൻ ടൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ എക്സ്റ്റൻഷൻ ടൂൾ വെച്ചിട്ട് നമ്മളിതാ ഈ ഒരു 0 പോയിന്റ്, ഇതാണ് 0 പോയിന്റ്, ഈ കാണുന്നതാണ് 0 പോയിന്റ്, സ്റ്റാർട്ടിംഗ് പോയിന്റ് മീൻസ് ട്രെൻഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിനാണ് 0 പോയിന്റ്. ഓക്കെ, ആ ഒരു ഹൈ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഹൈ. ഓക്കെ, അതാണ് നമ്മുടെ A പോയിന്റ്. B എന്ന് പറയുമ്പോൾ ഈ ഉണ്ടാക്കിയ ഒരു ലോ ആണ്. ഓക്കെ, ലേറ്റസ്റ്റ് ഉണ്ടാക്കിയ ഒരു ലോ ആണ് B പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, C എന്ന് വെച്ചിട്ട് ടാർഗറ്റ് ആണ്. ഓക്കെ, ഈ ഒരു കാണുന്ന ഏരിയ കിട്ടും, ഒരു ഫിബനാച്ചി സോൺ കിട്ടും, ഗോൾഡൻ സോൺ കിട്ടും. ഈ ഏരിയക്ക് പറയുന്ന പേരാണ് എന്താ പറയുക, C. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ C പോയിന്റ് എന്ന് പറയുമ്പം. ഓക്കെ, നമ്മുടെ B പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സ്ട്രക്ചർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഈ ഒരു ലോ ഉണ്ടാക്കി ഒരു ഹൈ ഉണ്ടാക്കി ആ ഒരു ഹൈനെ പുതിയൊരു ഹൈ ഒന്ന് ബ്രേക്ക് ചെയ്യുമ്പം നമുക്ക് ആ ഒരു സീക്വൻസ് വാലിഡ് ആയിട്ട് കിട്ടും. ഓക്കെ, വാലിഡ് ആയിട്ട് ഇതുപോലെ നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ B പോയിന്റ്. ഓക്കെ,
ബി പോയിന്റ് വെച്ചിട്ട് ബൈ സോണാണ്. ഓക്കെ, സി നമ്മളെ ടാർഗറ്റ് ഏരിയ ആണ്. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾക്ക് മാർക്കറ്റ് ഇതാ ജസ്റ്റ് ഡ്രോ ചെയ്ത് വെച്ചാൽ ഇത് 0 പോയിന്റ് മാർക്കറ്റ് നേരെ കയറിയിട്ട് ഒരു എ ഫോർമേഷൻ ഉണ്ടാക്കി നേരെ മാർക്കറ്റ് ബി പോയി. ഓക്കെ, അന്നേരം നിങ്ങൾ ഫിബൊനാച്ചി സോൺ വെച്ചിട്ട് നിങ്ങൾ 0 മുതൽ എ വരെ വരക്കുക. അപ്പം മാർക്കറ്റ് ഗോൾഡൻ സോണിൽ കയറിയില്ലേ. ഇനി മാർക്കറ്റ് ആ ഒരു എ ഏരിയ ബ്രേക്ക് ഔട്ട് ചെയ്ത ശേഷം മാർക്കറ്റ് എഗെയിനും മാർക്കറ്റ് ഒരു 50% ലെവൽ വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഫിബൊനാച്ചി ടൂൾ എടുക്കുക, ഈ ലോ മുതൽ ലേറ്റസ്റ്റ് ആക്കിയ ഹൈ വരെ വരക്കുക. അപ്പോൾ നമുക്ക് ഇതാ പുതിയൊരു ഗോൾഡൻ സോൺ കിട്ടി. ആ ഗോൾഡൻ സോൺ പറയുന്ന പേരാണ് ബി സി. ഓക്കെ, ബി സി വെച്ചിട്ട് നമ്മളെ ബൈ കറക്ഷൻ ആണ്. ഓക്കെ, ബൈ കറക്ഷൻ അതിൻ്റെ പേര് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ബി സോണിൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് എൻട്രി സ്റ്റോപ്പ് ലോസ് ഈ ബോക്സിന് താഴായിട്ട് വരും. ഓക്കെ, ടാർഗറ്റ് നമുക്ക് ഈ ഒരു ബോക്സിലേക്ക് നമ്മൾ ടാർഗറ്റ് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏതാണ്ട് ഇപ്പോൾ തന്നെ 1:2 1:2.6 ആ റേഞ്ച് നമുക്ക് റിവാർഡിൽ കിട്ടുകയും ചെയ്യും. ചെറിയ സ്റ്റോപ്പ് ലോസോ ഈ ബോക്സിന് താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വരും. ഓക്കെ, ടാർഗറ്റ് നമുക്ക് ഈ മുകളിലത്തെ ബോക്സ് സി ബോക്സ് എവിടെയാണോ ആ സി ഗോൾഡൻ സോൺ എവിടെയാണ് അവിടെയാണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, അതിപ്പോൾ ഇത്ര മുകളിലാണെങ്കിലും അവിടെ ആയിരിക്കും നമ്മുടെ ടാർഗറ്റ് വരും. ഓക്കെ, സ്റ്റോപ്പ് ലോസ് കറക്റ്റ് സ്റ്റോപ്പ് ലോസിൻ്റെ വരിക. അദ്ദേഹം ഇങ്ങനെ സ്റ്റോപ്പ് ലോസ് ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മനസ്സിലായില്ലേ, ഈ എ പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഹൈ ആണ് എ പോയിന്റ്. ഈ ഹൈ പോയിന്റ് ബ്രേക്ക് ചെയ്ത് പുതിയൊരു ഹയർ ഹൈ ക്രിയേറ്റ് ആക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയുക ബി സി ഒക്കെ നോക്കാൻ സാധിക്കും. ഓക്കെ, ഹൗ ടു ഫൈൻഡ് എ സീക്വൻസ്, എങ്ങനെയാണ് നമുക്ക് മാർക്കറ്റിൽ സീക്വൻസ് കണ്ടുപിടിക്കാൻ നോക്കാം, നല്ലൊരു സീക്വൻസ് എങ്ങനെ കിട്ടുമോ നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയുകയാണ്, മാർക്കറ്റ് ഒരിക്കലും നമുക്ക് ഇങ്ങനെ കുത്തനെ കയറി പോകുന്നില്ലല്ലോ. ഓക്കെ, മാർക്കറ്റ് പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കയറും പിന്നെ ഇറങ്ങും, പിന്നെയും കയറും ഇറങ്ങും അങ്ങനെ മാർക്കറ്റ് പോവാം. ഓക്കെ, ഇപ്പം മാർക്കറ്റ് ഇപ്പോൾ ഇറങ്ങണമെങ്കിൽ ഇറങ്ങും കയറും, അതുപോലെ തന്നെ മാർക്കറ്റ് പിന്നെയും ഇറങ്ങും പിന്നെയും കയറും, അങ്ങനെ മാർക്കറ്റ് കയറി കളിക്കുന്നു. ഓക്കെ, ഒരിക്കലും മാർക്കറ്റ് കുത്തനെ കയറി പോകത്തില്ല. അപ്പോൾ അവിടെ എന്തായാലും നമുക്ക് ഒരു സീക്വൻസ് ഫോം ആവും. ഓക്കെ, ഒരു സിഗ്സാഗ് ആയിട്ട് മാർക്കറ്റ് ഇറങ്ങി കളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സീക്വൻസ് ഈ ഒരു സ്ട്രക്ചറിൽ നമുക്ക് എങ്ങനെയാണ് സീക്വൻസ് കണ്ടുപിടിക്കാൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചർ വെച്ച് നോക്കാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു ഹൈ ഉണ്ടാവും. ആ ഹൈ മാർക്കറ്റ് ലോ ഉണ്ടാക്കും. ഓക്കെ, ഒരു ലോവർ ഹൈ. ഓക്കെ, പിന്നെ ലോവർ ഹൈ ലോവർ ലോ എന്നിട്ട് മാർക്കറ്റ് ഈ ഒരു കഴിഞ്ഞ ഒരു ലോവർ ലോ ഇല്ലേ അതിന് മുകളിലായിട്ട്. ഓക്കെ, മുകളിലാണെന്നില്ല, ജസ്റ്റ് ഇതുപോലെ ഒരു മാർക്കറ്റ് ഇതുപോലെ ഒരു ഹൈ ഉണ്ടാക്കി. ആ ഹൈ എന്ന് പറയുമ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ലോവർ ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, ഇതുപോലെ വന്നു. ഓക്കെ, ശേഷം മാർക്കറ്റ് ഇതാ ബി സോണിലേക്ക് വന്നു. മാർക്കറ്റ് എ ബ്രേക്ക് ഔട്ട് ചെയ്തു. ഓക്കെ, മാർക്കറ്റ് ഇതാ ഇതുപോലെ ജസ്റ്റ് ഒരു എ ബ്രേക്ക് ഔട്ട് ചെയ്തു. ഇത് എ ആണ്. ഓക്കെ, എ ബ്രേക്ക് ഔട്ട്. ഓക്കെ, ഇവിടെ നമുക്കൊരു ഏരിയ കിട്ടി. ഓക്കെ, ഈ ഒരു 0 മുതൽ നമ്മൾ എ വരെ ജസ്റ്റ് ഇതുപോലെ ഡ്രോ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ബോക്സ് ഗോൾഡൻ സോൺ കിട്ടിയില്ലേ. ആ ഗോൾഡൻ സോണിൽ മാർക്കറ്റ് ഒന്ന് കയറിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ബി പോയിന്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബി പോയിന്റ് മാർക്കറ്റ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് നമുക്ക് സി ടാർഗറ്റിലേക്ക് പോകും. സി ടാർഗറ്റ് വരക്കാൻ വേണ്ടി നിങ്ങൾ ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ റൂൾ എടുക്കുക. 0 മുതൽ നിങ്ങൾ എ വരെ ഡ്രോ ചെയ്യുക. ഓക്കെ, അതിന് ശേഷം നിങ്ങൾ ബി വരെ വരക്കുക. അപ്പോൾ നമുക്കിതാ ഒരു ഗോൾഡൻ സോൺ കിട്ടി. ആ ഗോൾഡൻ സോണിലേക്ക് മാർക്കറ്റ് കയറി പോകുന്നതായിരിക്കും. ഓക്കെ, ആ കയറി പോകുന്നത് നമുക്ക് ചിലപ്പോൾ മാർക്കറ്റ് ഡയറക്റ്റ് കയറിപ്പോകും. ഓക്കെ, ചിലപ്പോൾ നമുക്ക് മാർക്കറ്റ് ഇവിടുന്ന് ഡയറക്റ്റ് കയറിപ്പോകും. അല്ലെങ്കിൽ നമുക്കൊരു പുതിയൊരു ബി സി ക്രിയേറ്റ് ആക്കും. ഓക്കെ, ബി സി വെച്ചാൽ പുതിയൊരു ബൈ കറക്ഷൻ സോണാണ്. ഓക്കെ, ഇവിടുന്ന് ബൈ എടുത്തില്ലേ അതിൻ്റെ ഒരു കറക്ഷൻ ഉണ്ടാവും. ആ കറക്ഷൻ എടുത്തതിന് ശേഷം മാത്രം മാർക്കറ്റ് പിന്നെയും സി ടാർഗറ്റിലേക്ക് പോവുക. ഓക്കെ, ആ ഒരു സീക്വൻസ് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ എ ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ബിയിലേക്ക് പറഞ്ഞിട്ടില്ല, മാർക്കറ്റ് അതുപോലെ ബിയിൽ വരും, ഗോൾഡൻ സോണിലേക്ക് വരും, പിന്നെ മാർക്കറ്റ് സിയിലേക്ക് തന്നെ പോകും. ഓക്കെ, ചില സമയം നമുക്ക് മാർക്കറ്റ് എന്താ പറയുക ബി സിയിലേക്ക് വരണമെന്നില്ല, ഡയറക്റ്റ് സിയിലേക്ക് പോയെന്ന് വരാം. ചിലപ്പോൾ നമുക്ക് സിയിൽ പോയ ശേഷം നമുക്ക് ഹോൾ കറക്ഷൻ വന്നിട്ട് നമുക്ക് റീട്രേസ്മെൻറ്റ് തരാം, പിന്നെ മുകളിലേക്ക് തന്നെ ചിലപ്പോൾ നമുക്കത് ഫെയിൽ ആയിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതെല്ലാം ഓൾ അബൌട്ട് ചാൻസ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഇതുപോലൊരു എ ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോൾ തന്നെ നിങ്ങൾ ഈ 0 മുതൽ ലേറ്റസ്റ്റ് ഉണ്ടാക്കി ഹൈ ഇല്ലേ അതുവരെ ഡ്രോ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു ഗോൾഡൻ സോൺ കിട്ടി. ആ ഗോൾഡൻ സോണിലേക്ക് മാർക്കറ്റ് വന്നു, അതാണ് നമ്മുടെ ബി സി. ഓക്കെ, അപ്പോൾ ഈ ബി സിയിലേക്ക് മാർക്കറ്റ് വന്നു, ഇപ്പോൾ നമുക്കൊരു ബൈ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് സെൽ സോൺ. ഓക്കെ, ഇത് ബൈയിൻ്റെ കാര്യം പറയുന്നത്, സെല്ലാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ സി ടാർഗറ്റ് ഇല്ലേ അത് നേരെ നമ്മളെ ഈ ഒരു ബോക്സിലേക്ക് ഞാൻ പറഞ്ഞില്ലേ ബോക്സിലേക്ക് നമ്മൾ സി ടാർഗറ്റ് കൊടുക്കേണ്ടത്. സ്റ്റോപ്പ് ലോസ് നമ്മൾ ഈ ബോക്സിന് താഴെയായിട്ട് വരും. അതിൻ്റെ റൂൾസ് ഞാൻ പറയാം എങ്ങനെ ചെയ്യണമെന്നുള്ളത്, കറക്റ്റ് എൻട്രി ഞാൻ പറയാം എവിടെ വരുന്നത്. ഓക്കെ, അപ്പം മാർക്കറ്റ് നമ്മൾ ബി സിയിലേക്ക് വന്നു, കയറി സി ടാർഗറ്റിലേക്ക് പോയി. ഓക്കെ, അപ്പം ഒരു മെയിൻ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു ഹൈ, ഓക്കെ, ഒരു ലോവർ ഹൈ ഇല്ലേ, ഈ ലോവർ ഹൈ എ ബ്രേക്ക് ചെയ്യാണ്ട് പാടില്ല. ഓക്കെ, ഈ ലോവർ ഹൈ എ ബ്രേക്ക് ചെയ്യാണ്ട് പാടില്ല. അതുപോലെ തന്നെ മറ്റൊരു റൂൾ കൂടിയാണ്, നിങ്ങളിതാ ഈ ഒരു ഫിബൊനാച്ചി ടൂൾ എടുക്കുക. ശേഷം നിങ്ങളിതാ ഈ ഒരു ലോവർ ഹൈ ഇല്ലേ ആ ലോവർ ഹൈ മുതൽ നിങ്ങൾ ലോവർ ലോ വരെ നിങ്ങൾ ഡ്രോ ചെയ്യുക.
ഓക്കെ. അപ്പോൾ നമുക്കിതാ ഒരു ഓപ്പോസിറ്റ് ഒരു സോൺ കിട്ടിയില്ലേ, ഓപ്പോസിറ്റുള്ള ഒരു ബി സോൺ കിട്ടിയില്ലേ, ആ ഓപ്പോസിറ്റുള്ള ബി സോൺ എന്ന് പറയുന്ന പേരാണ് OCL. ഓക്കെ, ഓപ്പോസിറ്റ് കറക്ഷൻ ലെവൽ. നമുക്കതിനെ ഓപ്പോസിറ്റ് ബി എന്നുമാണ് പറയുക. ഓക്കെ, ഇതാണ് ഓപ്പോസിറ്റ് കറക്ഷൻ ലെവൽ, OCL. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഈ ഒരു OCLന് മുകളിലാണെന്ന് കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, മീൻസ് ഈ ഒരു OCLന് മുകളിൽ ക്യാൻഡിൽ ക്ലോസിൻ്റെ മാത്രമാണ് നമുക്ക് ആ ഒരു സീക്വൻസ് വാലിഡ് ആകാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, സീക്വൻസ് ചിലപ്പോൾ വാലിഡ് ആയിരിക്കും, ചിലപ്പോൾ നിങ്ങൾ SL അടിച്ച മാർക്കറ്റ് പിന്നെ താഴോട്ട് ഇറങ്ങി പോകുന്നതിന് വരാം. ഓക്കെ, അപ്പം നമുക്ക് മോസ്റ്റ് ഓഫ് ദി ചാൻസ് നമുക്ക് ഈ ഒരു OCLന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് കിട്ടി കഴിഞ്ഞാൽ മാർക്കറ്റ് A ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് BCയിൽ കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, BC കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് എൻട്രി എടുക്കാം, നേരെ സിയിലേക്ക് വെക്കാം. ഓക്കെ, അപ്പം ബേസിക് റൂൾ മനസ്സിലായില്ലേ? ഇപ്പോൾ അഥവാ നിങ്ങൾ ഈ ഒരു ലോവർ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഇതുപോലെ നിങ്ങൾ ഈ ഒരു ലോവർ ഹൈ ഇതുപോലെ ബ്രേക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു മാർക്കറ്റ് A ബ്രേക്ക് ഔട്ട് തീർന്നതായിരിക്കും. ഓക്കെ, ജസ്റ്റ് ഇതാ ഈ ഒരു ലോവർ ഹൈ ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ ഒരു A ബ്രേക്ക് ഔട്ട് തീർത്ത് BCയിലേക്ക് കയറുന്നെങ്കിൽ നിങ്ങൾ അത് എൻട്രി എടുക്കേണ്ട, അത് ഇൻവാലിഡ് ആണ്. ഓക്കെ, അപ്പോൾ അത് പിന്നെ വാലിഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഈ ഒരു ഈ ഒരു ലോവർ ഹൈ ഓൾറെഡി ഫെയിലായി. ഓക്കെ, ഇനി മുകളിൽ ഒരു ലോവർ ഹൈ ഉണ്ടെങ്കിൽ നിങ്ങളിതാ അവിടുന്ന്, ഓക്കെ, ആ ഒരു ലോവർ ഹൈ മുതൽ നിങ്ങൾ ഫിബൊനാച്ചി ടൂൾ വെച്ചിട്ട് നിങ്ങൾ താഴെ വരെ ഈ ലോവർ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലോവർ വരക്കുക. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു OCLന് മുകളിൽ, ഓക്കെ, ജസ്റ്റ് വായിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു OCLന് മുകളിൽ മാർക്കറ്റിൽ ക്യാൻഡിൽ ക്ലോസ് കിട്ടുന്നുണ്ടോ നോക്കാം. ഓക്കെ, ക്യാൻഡിൽ ക്ലോസ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് A ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് BCയിൽ കയറുന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. ഓക്കെ, അല്ലാത്ത പക്ഷേ നിങ്ങൾ എൻട്രി എടുക്കാൻ നിൽക്കരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു സിങ് പോയിന്റ് നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, ചില സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻഡിക്കേറ്ററൊക്കെ യൂസ് ചെയ്യുക. ഓക്കെ, അതിനൊന്നും ഒരു നാണക്കേടും പ്രതീക്ഷിക്കേണ്ട, അത് നോക്കൊന്നും വേണ്ട. ചിലർക്ക് നാണക്കേട് കൊണ്ട് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യില്ല. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു ഇത് കൊണ്ട് പറയണം. ഓക്കെ, അപ്പം ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാം. ഓക്കെ, ഇൻഡിക്കേറ്റർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും മനുഷ്യൻ്റെ സൈക്കോളജി നടക്കില്ല. ഓക്കെ, ചില നമുക്ക് പ്രോഗ്രാം ചെയ്ത് വെക്കണം. ഇമോഷണലി നമുക്ക് നമ്മൾ കൈവിട്ട് പോകുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഓവർ ചിന്തിക്കും. ഓക്കെ, ആവശ്യമില്ലാതെ നമ്മൾ ചിന്തിച്ച് കൂട്ടിയിട്ട് ട്രേഡിൽ കുറേ മിസ്റ്റേക്ക് വരുത്തി വെക്കും. ഓക്കെ, അതിനേക്കാൾ നല്ലത് നമുക്ക് പ്രോഗ്രാമിലുള്ള കാര്യങ്ങൾ, മീൻസ് നമുക്ക് ഇമോഷൻ ഇല്ലാണ്ട് കറക്റ്റായിട്ട് ആ ഒരു സ്ട്രക്ചർ വരുമ്പം, ആ ഒരു കറക്റ്റായിട്ട് വരുമ്പോൾ മാത്രമാണ് ഈ ഒരു ഇൻഡിക്കേറ്റർ വർക്കാകുന്നത്. ഓക്കെ, അല്ലാണ്ട് കുറേ പേര് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് ലിക്വിഡിറ്റി ആണ്, അത് യൂസ് ചെയ്യേണ്ട, അത് യൂസ് ചെയ്ത് സ്റ്റോപ്പ് ലോസ് അടിക്കും, അതൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, എല്ലാം കണക്ക് തന്നെയാണ്. ഓക്കെ, അത് നിങ്ങൾ പൊതുവെ ആൾക്കാർ പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇൻഡിക്കേറ്ററൊക്കെ യൂസ് ചെയ്യുക, എല്ലാവർക്കും യൂസ് ചെയ്യുക. നല്ല പ്രോ ട്രേഡേഴ്സിന് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാറില്ല. ഓക്കെ, എനിക്ക് അറിയുന്ന കുറേ ആൾക്കാരുണ്ട്. ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഭയങ്കര നാണക്കേടുള്ള സംഭവമാണ്. ഓക്കെ, അതൊന്നും പേടിക്കണ്ട. നിങ്ങൾക്ക് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിട്ട് കുറച്ചുകൂടി കോൺഫിഡൻസ് കിട്ടും, നല്ലൊരു കൺസിസ്റ്റൻസിയും കിട്ടും. ഓക്കെ, അല്ലാണ്ട് ഓവർ റേറ്റിങ്ങൾ ഓരോ സ്ട്രക്ചർ പറഞ്ഞിട്ട് അതിൽ കൊണ്ടുപോയി ട്രേഡ് നിർത്തിയിട്ട് നിങ്ങൾ വെറുതെ സ്റ്റോപ്പ് ലോസ് അടിക്കണം. അതിനൊക്കെ നല്ലത് നിങ്ങൾ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്ത് കുറച്ചുകൂടി മാന്യമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പേഴ്സണൽ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ ഈ ഒരു SK സിസ്റ്റത്തിന് മാത്രമേ ഞാൻ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാറുള്ളൂ. വേറെ ഒന്നിലും ഞാൻ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാറില്ല. ഞാൻ ആകെ SK സിസ്റ്റവും പിന്നെ SNR മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. SK സിസ്റ്റം നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വല്ലപ്പോഴും മാത്രമേ സാധനം യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ SNR ആണ് മെയിനായിട്ട് യൂസ് ചെയ്യാറ്. ഓക്കെ, SNR ട്രേഡറാണ്. അപ്പോൾ SNR മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്യാറുള്ളൂ ട്രേഡ് എടുക്കുമ്പോൾ. ഓക്കെ, അപ്പം കൂടുതൽ ആൾക്കാർ ഇത് പഠിക്കണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിത് വീഡിയോ ഒക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലോവർ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് മുകളിലല്ല. ഓക്കെ, അതിന് മുകളിലെ വാലിഡ് ആണ് നോക്കുക. ഓക്കെ, വാലിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലോവർ ഹൈസിൽ നിങ്ങൾ നിങ്ങളുടെ ഫിബൊനാച്ചി ടൂൾ വെച്ചിട്ട് ഇതുപോലെ ലോവറിലേക്ക് നിങ്ങൾ ഡ്രോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു A സോൺ എന്ന് പറയുമ്പം ഈ ഒരു OCLന് മുകളിലായിരിക്കണം. ഈ മാർക്കറ്റ് Bയിൽ വന്നു, ഈ സീക്വൻസ് ഫെയിൽ ആവാണ്ട് ഈ ഒരു A ബ്രേക്ക് ഔട്ട് വന്നു, BCയിൽ വരുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാൻ സാധിക്കും. ഇതാണ് ബൈ എൻട്രി. സെല്ല് നീൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, സെല്ല് നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ്. ഓക്കെ, ഇതുപോലെ വരും. അപ്പം അതാണ് കാര്യം എന്ന് പറയുമ്പോൾ ഇത് ഫെയിൽ ആയിക്കുണ്ടെങ്കിൽ ഇത്, അപ്പോൾ അഥവാ ഇത് ഫെയിൽ ആയിക്കുണ്ടെങ്കിൽ അത് നേരെ അതിന് മുകളിൽ നോക്കും. ഓക്കെ, അപ്പോൾ അതിന് മുകളിൽ വേറെ ഒന്നില്ലെങ്കിൽ അത് ഫെയിൽ ആയിക്കുണ്ടെങ്കിൽ എടുക്കണ്ട, കഴിഞ്ഞ്. ഓക്കെ, ഇനി നമുക്ക് ആ സീക്വൻസ് അവിടെ വാലിഡ് അല്ല, അത് മാത്രം ചിന്തിച്ചാൽ മതി. ഓക്കെ, അല്ലാണ്ട് നിങ്ങൾ എല്ലാ ഇതിലും ഹയർ ലോയിലും ലോവർ ഹൈയിലും കൊണ്ടുപോയി വെക്കൊന്നും വേണ്ട. ഓക്കെ, അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഫിബൊനാച്ചിൻ്റെ കുറച്ച് റൂൾസ് എനിക്ക് പറഞ്ഞു തരാനുണ്ട്. ആ റൂൾസ് കൂടെ പഠിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രി എവിടെ വെക്കണമെന്ന് കറക്റ്റ് മനസ്സിലാവും. ഓക്കെ, അത് നമുക്ക് ജസ്റ്റ് പ്രാക്ടീസ് കൂടെ ചെയ്യാം. എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, എന്താണ് ഫിബോ കറക്ഷൻസ്? ഓക്കെ, നമ്മൾ ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫിബൊനാച്ചി ടൂൾ വെച്ചിട്ടാണ്. ഓക്കെ, അതിൻ്റെ ലെവൽസും അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇത് പഠിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ഒരു BCയിൽ മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ BCയിൽ ഏത് ലെവൽസിലാണ് മാർക്കറ്റ് ഒന്ന് ടാപ്പായിട്ട് റീട്രേസ് ചെയ്ത് പോകുന്നത് കറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ഫിബൊനാച്ചി ടൂൾ എടുത്തിട്ട് ഞാൻ മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലെ ഡ്രോ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡ്രോ ചെയ്യുമ്പോൾ നമുക്കിത് 5 ലെവൽസ് ഇവിടെ കാണാൻ പറ്റും. 0.5, 0.559, 0.618,
0.667, 0.786. ഓക്കെ, ഈ ഒരു 5 ലെവൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഈ 5 ലെവൽ 2 തരമായിട്ടുള്ളത്. ഓക്കെ, ഒന്നാമത്തെ രീതി എന്ന് പറയുമ്പോൾ നോർമൽ കറക്ഷന്, രണ്ടാമതെന്ന് പറയുമ്പോൾ ഡീപ്പ് കറക്ഷൻ. ഓക്കെ, മാർക്കറ്റ് നമുക്ക് എല്ലാ മാർക്കറ്റ് ഇപ്പം കയറി വരികയാണ്. ഓക്കെ, കയറി വന്നിട്ട് മാർക്കറ്റ് ഇതൊരു ബി സി സോണാണെന്ന് വിചാരിക്കും. ഓക്കെ, ഇതൊരു ബി സി ആണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. ഇതാണ് ഒരു ബി സി ആണെന്ന് വിചാരിക്കും. ഓക്കെ, മാർക്കറ്റ് ഇതുവരെ ഒരു ബി സി സോണിൽ മാർക്കറ്റ് കയറി. ഓക്കെ, മാർക്കറ്റ് ഇപ്പോൾ 0.5 ടു മാർക്കറ്റ് 0.559 വരെ മാർക്കറ്റ് എത്തി. ഓക്കെ, ഈ മാർക്കറ്റ് തിരിച്ചിറങ്ങി പോകുന്നുണ്ടെങ്കിൽ ഇതിന് പറയുന്ന പേരാണ് നോർമൽ കറക്ഷൻ. ഓക്കെ, ഇത് നോർമൽ കറക്ഷൻ സോണാണ്. ഓക്കെ, 2 കറക്ഷൻ സോൺ ഞാൻ പറഞ്ഞിട്ടില്ല, ഡീപ്പ് കറക്ഷനും നോർമൽ കറക്ഷൻ ഉണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ. ഓക്കെ, അത് ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം, ഏതൊക്കെ ലെവൽസ് ആണ് കറക്ഷൻസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, 0.5 മുതൽ 0.559 വരെ നമുക്ക് നോർമൽ കറക്ഷനാണ്. ഓക്കെ, 0.5 മുതൽ 0.559 വരെ നമുക്ക് നോർമൽ കറക്ഷനാണ്. ഓക്കെ, അപ്പം 0.618 മുതൽ 0.786 വരെ നമുക്ക് ഡീപ്പ് കറക്ഷനാണ്. ഓക്കെ, ഇതാണ് എന്താ പറയുക നോർമൽ കറക്ഷനും ഡീപ്പ് കറക്ഷനും. ഓക്കെ, മീൻസ് നമുക്ക് എന്താ പറയുക 0.786ൻ്റെ ബെനിഫിറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. മീൻസ് മെയിനായിട്ട് ഡീപ്പ് കറക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് 0.618 മുതൽ 0.667 ആണ് നമ്മുടെ ഡീപ്പ് കറക്ഷൻ. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ജസ്റ്റ് ഇതുപോലെ വന്ന് ടാപ്പ് ആയിട്ട്, ഓക്കെ ഞാൻ ഡ്രോ ചെയ്ത് കാണിച്ചുതരാം. മാർക്കറ്റ് ഓക്കെ ഇതുപോലെ വന്നിട്ട് ടാപ്പായി. ഓക്കെ, ഇതിന് പറഞ്ഞ പേരാണ് നോർമൽ കറക്ഷൻ. മാർക്കറ്റ് ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ നോർമൽ കറക്ഷനാണ്. ഓക്കെ, ഇതൊരു ബി വന്നിരിക്കും. ഓക്കെ, മാർക്കറ്റ് അടുത്തത് ബി സിയിലേക്ക് വരും. ബി സിയിൽ ഒരു അടുത്ത ഡീപ്പ് കറക്ഷൻ ആക്കിയിട്ട് ഇപ്പോൾ നോർമൽ കറക്ഷൻ ബിയിലുണ്ടെങ്കിൽ മാർക്കറ്റ് അടുത്ത ഡീപ്പ് കറക്ഷനിലേക്കാണ് വരിക. ഓക്കെ, മീൻസ് നോർമലായിട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത് ഡീപ്പായിട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഡീപ്പായിട്ട് മാർക്കറ്റ് ബി ചെയ്തിട്ടുണ്ടെങ്കിൽ ബി സി നോർമൽ കറക്ഷൻ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് കാര്യങ്ങൾക്ക് വരുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഈ ലൈവ് ചാർട്ട് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയുക ഈ ഒരു 0.786ന് പറയുന്ന പേരാണ് ഡീപ്പർ കറക്ഷൻ. ഓക്കെ, ഇത് ഡീപ്പ് കറക്ഷനും ഇത് ഡീപ്പർ കറക്ഷനാണ്. ഓക്കെ, അപ്പം അതിൻ്റെ ഈ സോണാണ്. ഓക്കെ, ഈ 0.667 പിന്നെ 0.786. ഓക്കെ, ഈ ഒരു ലെവലിൽ പറയുന്ന പേരാണ് ഡീപ്പർ കറക്ഷൻ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയാൻ വേണ്ടിയിട്ട പേരാണ് ഡീപ്പർ കറക്ഷൻ. ഓക്കെ, ഇത് നോർമൽ കറക്ഷൻ, ഡീപ്പ് കറക്ഷൻ, ഡീപ്പർ കറക്ഷൻ. ഓക്കെ, അപ്പം ഇതാണ് എക്സ്ട്രീം ലെവൽ കറക്ഷന്. അപ്പം മാർക്കറ്റ് ഏതാണ്ട് ഈ ഒരു ലെവൽ വന്നിട്ട് മാർക്കറ്റാണ് റീട്രേസ് ചെയ്ത് പോകാൻ ചാൻസ് കൂടുതൽ. ഓക്കെ, അതിന് ലൈവ് എക്സാമ്പിൾ കേൾക്കിട്ട് അതിന് എൻ്റെ റീസണൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പം സംഭവം കാര്യം കത്തിയില്ല എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, അപ്പം മാർക്കറ്റ് ചില സമയം നമുക്ക് ബി സോണിൽ മാർക്കറ്റ് ചിലപ്പം ഒരു നോർമൽ കറക്ഷൻ തന്നു വിചാരിക്കും. അപ്പം മാർക്കറ്റ് ബി സിയിൽ വരുമ്പോൾ എന്താ ചെയ്യുക, അതൊരു ഡീപ്പ് കറക്ഷനായിട്ട് വരാൻ ചാൻസ് കൂടുതലില്ലേ. ഓക്കെ, ചിലപ്പോൾ നമുക്കത് ഡീപ്പർ കറക്ഷനും ആവാം. ഓക്കെ, അതും ഐഡൻറ്റിഫൈ ചെയ്യുന്ന മെത്തേഡ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഒന്നുകിൽ ഡീപ്പർ ആണെന്നുണ്ടെങ്കിൽ നോർമൽ ആയിരിക്കും, നോർമൽ ആണെങ്കിൽ ഡീപ്പർ ആയിരിക്കും. ഓക്കെ, നമുക്ക് ലൈവ് ചാർട്ട് നോക്കാം. ഇത് XRP USDTൻ്റെ ചാർട്ടാണ്. ഓക്കെ, അപ്പോൾ 1 മിനിറ്റ് ടൈം ഫ്രെയിം ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സ്വിങ് ഹൈ സ്വിങ് ലോ കണ്ടുപിടിക്കണം. ഓക്കെ, അത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരാം. ഓക്കെ, മനസ്സിലായില്ലെന്ന് വരാം. ഇത് ലോവർ ലോ ആണ്, ഇത് ലോവർ ഹൈ ആണ്, പിന്നെ ലോവർ ലോ ആണ്. ഇനി മാർക്കറ്റ് ഈ ലോവർ ഹൈ ബ്രേക്ക് ചെയ്ത് ഒരു ഹൈ ഉണ്ടാക്കി ഹയർ ഹൈ ഉണ്ടാക്കി മാർക്കറ്റ് അങ്ങനെ കയറി പോകും. ഇതെല്ലാവർക്കും പെട്ടെന്ന് അങ്ങനെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന വരില്ല. ചില വിക്കോടൊക്കെ നമുക്ക് കൺഫ്യൂഷൻ അടിക്കും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ലോവർ ലോ ലോവർ ഹൈ കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ടൂൾ ഉണ്ട്. ഓക്കെ, ടൂൾ മീൻസ് നമുക്കൊരു ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ, നിങ്ങൾ ഇൻഡിക്കേറ്റർ സെക്ഷനിൽ പോവുക. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്മാർട്ട് ഫിബോനാച്ചി എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, സ്മാർട്ട് ഫിബോനാച്ചി. ഓക്കെ, സ്മാർട്ട് ഫിബോ. ഓക്കെ, ഇവിടെ കാണാൻ സാധിക്കും സ്മാർട്ട് ഫിബോനാച്ചി വിത്ത് സിഗ്സാഗ്. ഓക്കെ, ഡീസർ എന്ന് പറയുന്ന ഒരു 6.1K യൂസേഴ്സ് ഉള്ള ഒരു ഇൻഡിക്കേറ്ററാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, ഈ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഈ സ്വിങ് ഹൈ സ്വിങ് ലോ കണ്ടെടുക്കാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് നമുക്ക് അതിൻ്റെ സെറ്റിങ്സ് ഒന്ന് ജസ്റ്റ് മാറ്റാനുണ്ട്. ഓക്കെ, സെറ്റിങ്സിൽ നിങ്ങൾ സ്റ്റൈൽ പോയിട്ട് നിങ്ങൾക്ക് ഈ സിഗ്സാഗ് മാത്രം നമുക്ക് ടിക്ക് ഇട്ടാൽ മതി. ഇതൊന്നും നമുക്ക് ഷേപ്സും നമുക്ക് വേണ്ട ആവശ്യമില്ല. ആ ഷേപ്സൊക്കെ നിങ്ങൾ അൺടിക്ക് ചെയ്യുക. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ അൺടിക്ക് ചെയ്യുക. ഓക്കെ, ഇതൊക്കെ അൺടിക്ക് ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഇത് കുറച്ചൊക്കെ ടിക്കായിട്ടുണ്ടാവുക, അതൊക്കെ നിങ്ങൾ അൺടിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫിബോനാച്ചി ടൂള് മീൻസ് ആ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇൻട്രാഡേ സെറ്റപ്സ് കണ്ടെടുക്കാൻ പറ്റും. ഇത് ഇതുപോലെ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് സ്വിങ് ഹൈ സ്വിങ് ലോ കണ്ടെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊരു എന്താ പറയുക ഒരു ലോവർ ഹൈ ആണ്, ഇതൊരു ലോവർ ലോ ആണ്, ഇതൊരു ലോവർ ലോ ആണ്. ഓക്കെ, സോ മാർക്കറ്റ് ഇതാ ഈ ഒരു ലോവർ ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇതൊരു ലോവർ ലോ ആയി, അത് ബ്രേക്ക് ചെയ്തു. ഇത് പുതിയൊരു ലോവർ ലോ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ നമുക്കിത് ഒരു ലോവർ ഹൈ ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്കൊരു ലോവർ ഹൈ ഉണ്ട്.
ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി മാർക്കറ്റ് ഈ ഒരു ലോവർ ലോ ഇല്ലേ, ഓക്കെ, അതിന് മുകളിൽ മാർക്കറ്റ് വരികയും ചെയ്യണം. അതുപോലെ തന്നെ നമുക്കിതാ ഫിബൊനാച്ചി ഇട്ട് കൊടുക്കുക. ഈ ഒരു സ്വിംഗ് ഹൈ, ഓക്കെ, ഈ ഒരു സ്വിംഗ് ഹൈ മുതൽ ഈ ഒരു ലോ വരെ നിങ്ങൾ ജസ്റ്റ് ഈ ഫിബൊനാച്ചി ഇട്ട് ഒളിച്ച് വരക്കുക. അപ്പോൾ നമുക്കിതാ ഒരു ഓപ്പോസിറ്റ് കറക്ഷൻ ലെവൽ കിട്ടി. മീൻസ് നമുക്കൊരു പുതിയൊരു ബി സോൺ അല്ലെങ്കിൽ നമുക്കതിനെ ഒ സി എന്ന് വിളിക്കാം. ഓക്കെ, ബി എന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഓപ്പോസിറ്റ് ബിയോ അല്ലെങ്കിൽ ഒ സിയിലോ എന്താ വെച്ചാൽ നിങ്ങൾ വിളിച്ചോ, നിങ്ങൾക്ക് മനസ്സിലായാൽ മതി അങ്ങനെ ചെയ്യേണ്ടതല്ലോ. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഒ സിയിലെ മാർക്കറ്റ് മുകളിൽ കയറി. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് നമുക്കിതാ ഈ ഒരു ലേറ്റസ്റ്റ് ഉണ്ടാക്കിയൊരു ഹൈ ഇല്ലേ, അത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ട് നമുക്കത് പുതിയൊരു സ്ട്രക്ചറായിട്ട് വരും. ഓക്കെ, ജസ്റ്റ് ഇതുപോലെ നിങ്ങൾ ഈ 0 മുതൽ എ വരെ ഡ്രോ ചെയ്യുക. ഓക്കെ, എ വരെ ഡ്രോ ചെയ്യുമ്പോൾ നമുക്കിതാ മാർക്കറ്റ് ഈ ഒരു ഗോൾഡൻ സോണിലേക്ക് കയറിയിട്ടില്ല. സോ മാർക്കറ്റ് ഗോൾഡൻ സോണിൽ കയറുന്ന ഞങ്ങൾ ഡ്രോ ചെയ്യുക, ഇതുപോലെ ഡ്രോ ചെയ്യുക. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഈ ഗോൾഡൻ സോണിലേക്ക്, ഇവിടെ നിന്ന് മാർക്കറ്റ് ഗോൾഡൻ സോണിലേക്ക് കയറിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് മാർക്കറ്റ് ഗോൾഡൻ സോണിലേക്ക്, നമ്മുടെ ബി സോണിലേക്ക് മാർക്കറ്റ് കയറി. ഓക്കെ, അപ്പോൾ നമ്മളെ എ എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ എ. ഓക്കെ, ഇനി മാർക്കറ്റ് ഈ ഒരു എ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് നമുക്ക് അടുത്ത ബി സി കിട്ടും. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ബി സോണിലെത്തി. അപ്പം ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ ലോവർ ഹൈ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടില്ല, മാർക്കറ്റ് ബിയിൽ വന്നു. ഇതിൽ മാർക്കറ്റ് എ ബ്രേക്ക് ഔട്ട് ചെയ്തു. ഓക്കെ, ഇനി മാർക്കറ്റ് നമ്മുടെ ഈ ലോവർ ഹൈ ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇനി കുഴപ്പമില്ല, ഇനി ലോവർ ഹൈ ബ്രേക്ക് ചെയ്ത് കുഴപ്പമില്ല, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു എ ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ സീക്വൻസ് വാലിഡായി. സോ നമുക്ക് ഇതിനടുത്ത് ബി സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അതിന് നമുക്ക് നമ്മൾ ടാർഗറ്റ് ഫസ്റ്റ് നമ്മൾ വരക്കാം. അതിന് മുമ്പ് ഓക്കെ, ടാർഗറ്റ് വരക്കാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു ലോ മുതൽ ഈ ഒരു ലോ മുതൽ നമ്മുടെ ഹൈ വരെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ആ ഒരു ബീൻ്റെ ലോ വരെ ജസ്റ്റ് വരക്കുക. ഓക്കെ, അത് നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ആക്യുറേറ്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ലൈൻ ചാർട്ട് പോയ ശേഷം നമുക്ക് ഈ ഒരു പോയിന്റ് ലാസ്റ്റുള്ള പോയിന്റ് നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആക്യുറസി കിട്ടും. നമുക്ക് നമ്മൾ ബി സോണിൽ ചില സമയം മാർക്കറ്റ് ബി സോണിൽ നിങ്ങൾ മിസ്റ്റേക്ക് കൊണ്ട് തന്നെ ഡ്രോ ചെയ്ത മിസ്റ്റേക്ക് കൊണ്ട് മാർക്കറ്റ് കയറി പോയെന്ന് വരില്ല. ഓക്കെ, അപ്പോൾ നമുക്കിതാ ഇവിടെ ഒരു സി കിട്ടി. ഓക്കെ, ജസ്റ്റ് ഇതുപോലെ സി ചാമ്പർന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, സി കിട്ടി. ഇനി മാർക്കറ്റ് സിയിലേക്ക് കയറി പോകണം. ഓക്കെ, അതാണ് നമ്മുടെ അടുത്ത ടൂൾ, അടുത്തൊരു ടാസ്ക് എന്ന് പറയുമ്പോൾ. ഓക്കെ, അത് നമുക്ക് ബി സി വേണം. ഓക്കെ, ബി സി കിട്ടാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് ഈ ബീൻ്റെ ഈ ഒരു ലോ മുതൽ നിങ്ങൾ ലേറ്റസ്റ്റ് ഉണ്ടാക്കിയ ഒരു ഹൈ വരെ ഇതുപോലെ ഡ്രോ ചെയ്യാം. അപ്പോൾ നമുക്കിതാ ബി സി കിട്ടിയില്ലേ. ഓക്കെ, ഇവിടെ നമുക്കിതാ ബി സി കിട്ടി. ഓക്കെ, ഇതിന് പറയുന്ന പേരാണ് ബി സി. ബി സിയിൽ നമുക്കിതാ ഞാൻ പറഞ്ഞ 5 സോൺ ഇവിടെ കാണാൻ പറ്റും. 0.5, 0.559, 0.618, 0.667, 0.786. ഓക്കെ, അങ്ങനെ 5 ലെവലോട് കാണാൻ സാധിക്കും. ഓക്കെ, ഈ 5 ലെവൽ നമുക്ക് ബി സിയിലും ബിയിലും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രോ ചെയ്യുമ്പോൾ ഓക്കെ, ഈ ഒരു ലോ മുതൽ ഈ ഒരു ഹൈ വരെ ഓക്കെ, നമ്മുടെ ഈ എ വരെ ജസ്റ്റ് ഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ബി കിട്ടിയില്ലേ. ആ ബി എന്ന് പറയുമ്പോൾ ഏത് ലെവലിലാണ് റീട്രേസ് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പം മാർക്കറ്റ് റീട്രേസ് ചെയ്യുന്ന പറയുമ്പോൾ നമ്മുടെ നോർമൽ കറക്ഷനിലാണ് മാർക്കറ്റ് റീട്രേസ് ആയിട്ടുള്ളത്. ഓക്കെ, ഈ 0.5ഉം 0.559ഉം അത് നോർമൽ കറക്ഷൻ അല്ലേ. 0.618ഉം 0.67ഉം അതും ഡീപ്പ് കറക്ഷൻ അല്ലേ. ഇതിപ്പോൾ മാർക്കറ്റ് ഉള്ളത് നോർമൽ കറക്ഷനിലാണ്. ഓക്കെ, ഇതൊരു നോർമൽ കറക്ഷനിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ബി ഉള്ളത്. ഓക്കെ, അടുത്തത് ബി സി എന്ന് പറയുമ്പോൾ അത് ഒരു ഡീപ്പ് കറക്ഷൻ ആവാൻ ചാൻസ് കൂടുതൽ. ഓക്കെ, അതിനാണ് നമ്മുടെ ഫിബൊനാച്ചി ഇട്ട് കൊടുക്കുക. ഈ ഒരു ലോ മുതൽ ഈ ഒരു ഹൈ വരെ വരക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു ബി സി കിട്ടിയാണ്ടില്ലേ, ബി സി സോൺ കിട്ടിയില്ലേ, ഗോൾഡൻ സോൺ കിട്ടിയില്ലേ. അതിൽ നമുക്ക് ലെവൽസ് ഉണ്ട്. 0.5, 0.559, 0.618, 0.67, 0.786. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് നോർമൽ കറക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡീപ്പ് കറക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ നമുക്കൊരു ഡീപ്പ് കറക്ഷൻ ആണ്. അപ്പോൾ ഈ ഒരു സോൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഡീപ്പ് കറക്ഷൻ ആണ്. ഓക്കെ, ഇതുപോലെ നിങ്ങൾ ബോക്സ് വരച്ചേക്കുക കുറച്ചുകൂടെ ഒന്ന് വൃത്തി കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഡീപ്പ് കറക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുക ഈ ഒരു ലെവലിലാണ്. ഓക്കെ, 0.618ലാണ് നമുക്ക് ഡീപ്പ് കറക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ സ്റ്റോപ്പ് ലോസ് പറയുമ്പോൾ നമുക്ക് ഈ 0.786 നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാൻ സാധിക്കും. ഓക്കെ, നമ്മുടെ നോർമൽ കറക്ഷൻ്റെയും ഡീപ്പ് കറക്ഷൻ്റെയും സ്റ്റോപ്പ് ലോസ് ഈ ഒരു 0.786 ലെവലാണ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പം ഇവിടെ നമുക്ക് നോർമൽ കറക്ഷൻ ആയതുകൊണ്ട് ഇവിടെ നമുക്ക് ഡീപ്പ് കറക്ഷൻ കിട്ടി. ഇവിടെ ഇപ്പോൾ ഡീപ്പ് കറക്ഷൻ ആണെങ്കിൽ നമുക്കിവിടെ നോർമൽ കറക്ഷൻ കിട്ടും. ഓക്കെ, നോർമൽ കറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻഡ് എന്ന് പറയുമ്പോൾ 0.5ലായിരിക്കും നമ്മുടെ എൻട്രി വരിക. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ ഈ ഒരു 0.786 ലെവലിലേക്ക് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നിങ്ങൾ ചെയ്യേണ്ട ഡയറക്റ്റ് നിങ്ങൾ ഈ ഒരു 0.5 എടുക്കേണ്ട, കുറച്ച് നമുക്ക് വ്യത്യാസം ഉണ്ടാവില്ല എൻട്രിയിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു 0. ഇപ്പോൾ 4x ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോഡ് സെക്സിൽ ഞാൻ ഏതൊക്കെ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പം നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് 0.02 ലോട്ട് എടുക്കുകയെന്നുണ്ടെങ്കിൽ 0.01 ലോട്ട് നിങ്ങൾ 0.5ലും വെക്കുക. പിന്നെ 0.01 ലോട്ട് വേറെ നിങ്ങൾ 0.559ലും വെക്കുക. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ ഈ ഒരു ലെവൽ മാർക്കറ്റ് എക്സാക്റ്റ് റീട്രേസ് ചെയ്ത് പോകും. ചിലപ്പോൾ നമുക്ക് ഇതിന് താഴെ വന്നേക്കാം. ഓക്കെ, വരുമ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടെ നമുക്ക് നമ്മുടെ റിസ്ക് മാനേജ് ചെയ്തിട്ട് നമുക്ക് മീൻസ് ആ ഒരു
ഏരിയ കൂടെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും, എൻട്രി കിട്ടും ആ ഒരു ഏരിയയിൽ നിന്ന് കൂടെ. ഓക്കെ, അപ്പോൾ നമുക്കിത് ഡീപ്പ് കറക്ഷൻ ആയതുകൊണ്ട് നമുക്ക് വെക്കേണ്ട എൻട്രി എന്ന് പറയുമ്പോൾ 0.618 നമുക്ക് എൻട്രി വരിക. സ്റ്റോപ്പ് ലോസ് 0.786 നമുക്ക് സ്റ്റോപ്പ് ലോസ് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ടാർഗറ്റ് പറയുമ്പോൾ നമ്മൾ സിയിലേക്ക് നമ്മൾ ടാർഗറ്റ് വെക്കും. ഓക്കെ, സിയിലേക്ക് നമ്മൾ ടാർഗറ്റ് വരും. ഓക്കെ, ഏതാണ്ട് എത്ര റിവാർഡാണ് നമ്മുടെ റിസ്ക് റിവാർഡ് എന്ന് പറയുമ്പം 1:7.6 ആണ് നമ്മുടെ റിവാർഡായിട്ട് കിട്ടുക. ഓക്കെ, ഇത്രയും വലിയ റിവാർഡാണ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, റിസ്ക് ഇത്തിരി കുറവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മെയിൻ സംഭവമാണ്. ഓക്കെ, ഇത് വീക്ക് കറക്ഷൻ ആയതുകൊണ്ടാണ് നമുക്ക് വീക്ക് മീൻസ് ഇവിടെ വന്നില്ല ബ്രേക്ക് ഔട്ട് ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് മാർക്കറ്റ് ബി സിയിലേക്ക് വന്നതാണോ, അതൊരു വീക്ക് കറക്ഷൻ ആയിരിക്കും. ഓക്കെ, അതിൻ്റെ ബേസിലായിരിക്കും ചിലപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു നമ്മൾ ഈ ലോ മുതൽ ലേറ്റസ്റ്റ് ഹൈ. ഓക്കെ, ബ്രേക്ക് ഔട്ട് ശേഷമുള്ള ലേറ്റസ്റ്റ് ഹൈ ഇല്ലേ, ഓക്കെ, ഫുള്ളായിട്ട് നിങ്ങൾ ഇതുപോലെ ഡ്രോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു ഹോൾ കറക്ഷൻ ലെവൽ കിട്ടും. ഓക്കെ, WCL കിട്ടും. ഇതാണ് ഹോൾ കറക്ഷൻ ലെവൽ. ഓക്കെ, മാർക്കറ്റ് എത്ര കയറിയിട്ടുണ്ടോ അതിൻ്റെ ഫുൾ കറക്ഷൻ ഈ ഹോൾ കറക്ഷനിലാണ് തീർക്കുക. ഓക്കെ, എല്ലാ കുത്തിക്കായപ്പോൾ ഇതിലാണ് തീർക്കുക എന്ന് പറയുന്ന പോലെ ഇത്രയും പോയതിൻ്റെ ക്ഷീണം ഇതിലായിരിക്കും തീർക്കുക, ഒരു ഹോൾ കറക്ഷൻ ലെവലിലായിരിക്കും തീർക്കുക. ഓക്കെ, അപ്പോൾ ഈ സെല്ലിൻ്റെ എല്ലാ കറക്ഷനും ഈ ഒരു WCLായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഈ ഒരു ഹോൾ കറക്ഷനിലായിരിക്കും നമ്മുടെ രണ്ടാമത്തെ എൻട്രി വരിക. മീൻസ് നമുക്ക് ഫസ്റ്റ് എൻട്രി നമ്മളെ ബി സിയിലേക്ക് മീൻസ് ഇവിടെ ഒരു നോർമൽ കറക്ഷനാണ് നമുക്ക് ബി കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബി സിയിൽ ഡീപ്പ് കറക്ഷൻ ആയിരിക്കില്ലേ. ഓക്കെ, അപ്പോൾ ആ ഒരു ഡീപ്പ് കറക്ഷന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് അതിന് അടുത്ത് വരാൻ ചാൻസ് ഡീപ്പർ കറക്ഷനിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഡീപ്പർ കറക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ നമ്മളിത് ഈ 0 മുതൽ ലേറ്റസ്റ്റ് ഉണ്ടാക്കിയ ഒരു ഹൈ വരെ നമ്മൾ ഡ്രോ ചെയ്യുക, ഫിബൊനാച്ചി വെച്ചിട്ട് ഡ്രോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഹോൾ കറക്ഷൻ ലെവൽ കിട്ടും. അതിന് താഴെ ഈ ഒരു ലെവലാണ്. ഓക്കെ, അത് ഈ ഒരു ഡീപ്പർ കറക്ഷൻ ലെവലാണ് 0.667ഉം 0.786. ഓക്കെ, ഈ ഒരു ലെവലാണ് നമ്മുടെ ഡീപ്പർ കറക്ഷൻ ലെവൽ. ഞാൻ മുന്നേ പറയാൻ നിൽക്കില്ല, ഇതാണ് നമ്മുടെ ഡീപ്പർ കറക്ഷൻ ലെവൽ. ഓക്കെ, ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ മാർക്കറ്റ് വന്ന് കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ ഒരു ലോ. ഓക്കെ, ഈ ഒരു 0 നമ്മുടെ സ്റ്റോപ്പ് ലോസ് നോക്കാം. നമ്മൾ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നേരെ നമ്മുടെ ഈ ഒരു സിയിലേക്ക് നമ്മുടെ ടാർഗറ്റ് വരും. ഓക്കെ, ഇതാണ്ട് എത്ര റിവാർഡ് 1:3.4. ഓക്കെ, 1:3.4 നമുക്ക് റിവാർഡായിട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, മാർക്കറ്റ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ എൻട്രി മോഡൽ. ഓക്കെ, നിങ്ങൾക്ക് എവിടെയാണ് എൻട്രി എടുക്കേണ്ടത്, എവിടെയാണ് സ്റ്റോപ്പ് ലോസ് ഒക്കെ എടുക്കാൻ മനസ്സിലായില്ലേ. ഓക്കെ, ഇനി ഞാൻ വേറെ എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, വേറെ എക്സാമ്പിൾ കുറേ നമുക്ക് ഇതിലുണ്ടാവും. ഓക്കെ, ജസ്റ്റ് നമുക്ക് ഇതുപോലെ 1 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ നിങ്ങൾ ടൈം ഫ്രെയിം സെറ്റ് ആക്കുക, എന്നിട്ട് ട്രേഡ് എടുക്കുക. ഓക്കെ, ഹൈ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്തു. ഓക്കെ, ഈ ഒരു ഹയർ ഹൈ മാർക്കറ്റ് ഈ ഒരു ബ്രേക്ക് ഔട്ട് ചെയ്തു. സോ ഒരു ഹയർ ഹൈ കിട്ടി. സോ ഇവിടെ നമുക്കിതാ ഈ ഒരു സിംഗ് ലോ മുതൽ ഈ ഒരു ഹൈ വരെ നമ്മൾ ഡ്രോ ചെയ്യാം. ഓക്കെ, ഇത് ഓൾറെഡി ഇത് ഫെയിലായി. അടുത്തെന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് ഈ ഒരു ലോ ഫെയിൽ ആയിക്കൊണ്ട് അടുത്ത ലോ കൊടുക്കുക. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഈ ഒരു OCLന് മുകളിലാണ് മാർക്കറ്റ് OCLന് താഴെയാണ് മാർക്കറ്റ് വന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിത് വാലിഡ് ആണ്. ഓക്കെ, വാലിഡ് ആയ മാത്രം പോലെ നമുക്ക് ഈ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുന്നുണ്ടോ കൂടെ നോക്കണം. ഓക്കെ, ബ്രേക്ക് ഔട്ട് കിട്ടുന്നുണ്ടോ നോക്കണം. ഇതാണ് നമ്മുടെ ബ്രേക്ക് ഔട്ട് ഏരിയ. ഓക്കെ, ബ്രേക്ക് ഔട്ട്. ഓക്കെ, നമുക്കിനി B കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, B എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇതാണ് നമ്മുടെ B സോൺ. ഓക്കെ, B എന്ന് പറയുമ്പോൾ നമ്മുടെ ഡീപ്പ് കറക്ഷൻ ആണ്. മാർക്കറ്റ് ഡീപ്പ് കറക്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബി സിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നോർമൽ കറക്ഷൻ ആവും. ഓക്കെ, ഇപ്പം നമുക്ക് B ഡീപ്പ് കറക്ഷൻ കിട്ടിയതുകൊണ്ടാണ് നമ്മൾ BC നോർമൽ കറക്ഷൻ ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് ആണെങ്കിലും അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ ടാർഗറ്റ് ജസ്റ്റ് വരക്കണം. അപ്പോൾ നമുക്ക് B കിട്ടി, ബ്രേക്ക് ഔട്ട് ചെയ്തു. അപ്പോൾ നമ്മളിതാ ഈ ഒരു ഹൈ മുതൽ ഈ ഒരു ലോ ഈ ഒരു ഹൈ. ഓക്കെ, അപ്പോൾ നമുക്കിത് കറക്റ്റ് മാർക്കറ്റ് നമ്മുടെ സി ടാർഗറ്റിലേക്ക് ഏരിയ വന്നു. ഓക്കെ, കറക്റ്റ് അവിടെ നിന്ന് റിവേഴ്സായി പോവുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ 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 ഇതാ 0ABC. ഓക്കെ, ഇവിടെ നമുക്ക് BC കിട്ടിയിട്ടില്ല. ഓക്കെ, ജസ്റ്റ് ഡ്രോ ചെയ്യാം. ഓക്കെ, ഹൈ മുതൽ ലോ വരെ ഡ്രോ ചെയ്തു. നമുക്ക് BC കിട്ടിയില്ല. ഓക്കെ, മാർക്കറ്റ് ഡയറക്റ്റ് സിയിലേക്കാണ് പോയുള്ളത്. ഓക്കെ, സോ നമുക്കത് എൻട്രി അവിടെ ഇല്ല. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് നോക്കി വെച്ചേക്കാം. ഓക്കെ, ഇതുപോലെ നമുക്ക് ട്രേഡ് വരും. ഓക്കെ, ഇവിടെ നമുക്ക് ട്രേഡ് ഉണ്ടല്ലോ. ഓക്കെ, ഇവിടെ നമുക്ക് ട്രേഡ് ഉണ്ട്. ഓക്കെ, ഇത് ഈ കാണുന്നൊരു ലോ ആണ്. ഓക്കെ, മാർക്കറ്റ് ഈ ഒരു ലോവറിലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇതാണ് അതിൻ്റെ ലോവർ ഹൈ. ഓക്കെ, ഈ ലോവർ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുമില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹൈ മുതൽ ലോ വരെ നിങ്ങൾ ഡ്രോ ചെയ്യുക. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഈ ഒരു OCLന് മുകളിലായിട്ട് ക്യാൻഡിൽ ക്ലോസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, OCLന് മുകളിലായിട്ട് ക്യാൻഡിൽ ക്ലോസ് കിട്ടി. ഓക്കെ, ഇനി മാർക്കറ്റ് ബിയിൽ വന്നിട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുന്നുണ്ടോ ഇവിടെ നോക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ
ഈ ഒരു ലോ മുതൽ ഈ ഒരു ലേറ്റസ്റ്റ് ഉണ്ടാക്കിയ ഒരു ഹൈ ഇല്ലേ അതുവരെ വരക്കുക. അപ്പോൾ നമുക്ക് ബി കിട്ടി, ബി സോൺ ഇവിടെ കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ബി സോൺ കിട്ടി. ഇനി നമുക്ക് വേണ്ട എന്താണ്, എ ബ്രേക്കൗട്ട്. ഈ മാർക്കറ്റ് എ ബ്രേക്കൗട്ട് ചെയ്തുകൂടെ നോക്കണം. മാർക്കറ്റ് എ ബ്രേക്കൗട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഹൈ ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്യുക. മാർക്കറ്റ് എ ബ്രേക്കൗട്ട് ചെയ്തു. ഓക്കെ, എ ബ്രേക്കൗട്ട് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ബി സി കിട്ടുന്നുണ്ടോ നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ബി എന്ന് പറയുമ്പോൾ ഡീപ്പ് കറക്ഷനാണ്. ഇവിടെ കാണുന്നില്ലേ, ഇവിടെ കാണാൻ സാധിക്കും ഡീപ്പ് കറക്ഷനാണ് നമുക്ക് ബി കിട്ടിയുള്ളൂ. ഓക്കെ, ഡീപ്പ് കറക്ഷനാണ്. അപ്പോൾ നമുക്ക് ബി സി എന്ന് പറയുമ്പോൾ നോർമൽ കറക്ഷൻ ആവാൻ ചാൻസ് കൂടുതൽ. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് നമ്മുടെ ഈ ഒരു ബീൻ്റെ ലോ മുതൽ ഈ ഒരു ലേറ്റസ്റ്റ് ഉണ്ടാക്കിയ ഒരു എ ബ്രേക്കൗട്ട് ഉണ്ടാക്കിയ ഹൈ ഇല്ല അവരെ വരെ ഡ്രോ ചെയ്തു. അപ്പോൾ നമുക്കിതാ മാർക്കറ്റ് കറക്റ്റായിട്ട് നോർമൽ കറക്ഷൻ ചെയ്തു. ഓക്കെ, നോർമൽ കറക്ഷൻ ചെയ്തു. അതടക്കം നമുക്ക് ഈ ഒരു ഡീപ്പ് കറക്ഷനിലേക്ക് പോകും. അത് നിങ്ങൾ നോക്കണ്ട. നോർമൽ കറക്ഷനിലാണ് നമുക്ക് എൻട്രി വരിക. എൻട്രി നമുക്കിതാ ഈ ഒരു നോർമൽ കറക്ഷനിലേക്ക് വരും. സ്റ്റോപ്പ് ലോസ് നമുക്കിതാ ഈ ഒരു 0.786 നമുക്ക് സ്റ്റോപ്പ് ലോസ് വരും. നമ്മൾ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രോ ചെയ്യണം ഈ ഒരു ലോ മുതൽ. ഓക്കെ, ഈ ഒരു ലോ മുതൽ നിങ്ങൾ ഹൈ, പിന്നെ ഈ ഒരു ബീൻ്റെ ലോ, അപ്പോൾ നമുക്ക് ടാർഗറ്റ് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ടാർഗറ്റ് ഏരിയ. ഓക്കെ, സി. ഓക്കെ, അപ്പോൾ നമുക്ക് അത്ര ഇവിടെ റിവാർഡ് കിട്ടിയേ 1:3.3. അത്ര നമുക്ക് ഇവിടെ റിസ്ക് റിവാർഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഇതവിടെ കാണാൻ സാധിക്കും നമുക്കിത് സിംഗ് ഹൈ സിംഗ് ലോ ഉണ്ട്. പിന്നെ നമുക്ക് ഈ ലോയുടെ മാർക്കറ്റ് ബ്രേക്കും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് മാർക്ക് ചെയ്യുക. ഓക്കെ, സിംഗ് ഹൈ ഉണ്ട്. ഓക്കെ, ഒരു ലോ ഉണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്കിതാ ഈ ഒരു പുതിയ ലോ മാർക്കറ്റ് ബ്രേക്കും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡ്രോ ചെയ്യണം. നമ്മുടെ OC വരച്ച് നോക്കണം. OC കിട്ടുമെന്ന് നോക്കാം. ജസ്റ്റ് ഇതുപോലെ ഹൈ മുതൽ ലോ വരെ ഡ്രോ ചെയ്യുക. ഓക്കെ, ബൈ സെറ്റപ്പാണ്. ഹൈ മുതൽ ലോ വരെ ഡ്രോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു കറക്ഷൻ ലെവൽ കിട്ടി, ഒരു സെൽ ബി സോൺ കിട്ടി. അത് നമുക്ക് OC എന്നാണ് പറയുക, ഓപ്പോസിറ്റ് കറക്ഷൻ ലെവൽ എന്നാണ് പറയുക. ഓക്കെ, മാർക്കറ്റ് OC മുകളിൽ വന്നു. ഓക്കെ, അപ്പോൾ നമുക്കിതാ ഒരു ഹൈ, പുതിയൊരു ഹൈ ഇവിടെ കിട്ടി. ഓക്കെ, ഈ ഒരു ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻട്രി ഇവിടെ കിട്ടും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ എ ഏരിയ. അത് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഈ ഒരു ലോ മുതൽ ഞാൻ ഹൈ വരെ ഞാൻ ഫിബനാച്ചി വരച്ച് ഡ്രോ ചെയ്തു. അപ്പോൾ മാർക്കറ്റ് ഡീപ്പ് കറക്ഷനാണ് മാർക്കറ്റ് ചെയ്യുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് BC എന്ന് പറയുമ്പോൾ നോർമൽ കറക്ഷൻ ആയിരിക്കും. ഓക്കെ, ഇത് നമുക്ക് ബി ആണ്. ഓക്കെ, അപ്പം ഇത് ബി കറക്ഷനാണ്. അടുത്ത നമുക്ക് ഡീപ്പ് കറക്ഷൻ നോക്കും. സോ നമുക്ക് ഡീപ്പ് കറക്ഷൻ ആയതുകൊണ്ട് BC നോർമൽ കറക്ഷനാണ് ചാൻസ് കൂടുതൽ. സോ ഇത് ഇതിൻ്റെ ലോ മുതൽ ഈ ഒരു ഹൈ വരെ ഡ്രോ ചെയ്തു. മാർക്കറ്റ് ഇതാ കറക്റ്റായിട്ട് ഈ ഒരു നോർമൽ കറക്ഷനിലേക്ക് ഏരിയയിലേക്ക് വന്നു. ഓക്കെ, ഏരിയയിലേക്ക് വന്നു. നമ്മുടെ എൻട്രി എന്ന് പറയുമ്പോൾ ഈ ഒരു 0.5 ലെവൽ നമുക്ക് എൻട്രി വരും. സ്റ്റോപ്പ് ലോസ് നമുക്ക് 0.786 ലെവലിൽ സ്റ്റോപ്പ് ലോസ് വരും. ടാർഗറ്റ് നമുക്ക് നമ്മുടെ C ഏരിയയിലേക്ക് ടാർഗറ്റും വരും. ഓക്കെ, ടാർഗറ്റ് വരക്കാൻ വേണ്ടി നിങ്ങളിതാ ഈ ഒരു ലോ മുതൽ ഹൈ. ഓക്കെ, ടാർഗറ്റ് ഏരിയ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടാർഗറ്റ് ഏരിയ. ഓക്കെ, സി. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കാമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇതാ ഏതാണ്ട് ഒരു 300 പോയിൻറ്റ്സ് കയറിയപ്പോൾ തന്നെ മാർക്കറ്റ് അവിടെ റിവേഴ്സായി പോകാണ് ചിലപ്പോൾ. നമുക്ക് സിയിലേക്ക് മാർക്കറ്റ് വന്നിട്ടില്ല. ചില സമയമൊക്കെ മാർക്കറ്റ് സിയിലേക്ക് വരത്തില്ല. ഓക്കെ, ഇങ്ങനെ മാർക്കറ്റ് BC മാർക്കറ്റ് തിരിച്ച് കയറി സിയിലേക്ക് എത്താൻ നേരം ഇതുപോലെ ചെറിയൊരു പോയിന്റ് വ്യത്യാസം മാർക്കറ്റ് ഇറങ്ങി പോകാറൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ നോർമൽ സ്വാഭാവികമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എൻട്രി എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ട്രയൽ ചെയ്യുക. ഓക്കെ, മാക്സിമം ട്രയൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഒരു എക്സാക്റ്റ് ഒരു എൻട്രി കിട്ടിയിട്ടുണ്ട് മീൻസ് ഇത്രയും കിട്ടി. ഓക്കെ, നമുക്ക് നല്ലൊരു രീതിക്ക് റിവാർഡ് കിട്ടുമ്പോൾ നിങ്ങൾ മാക്സിമം എന്താ പറയുക ബ്രേക്കുകളിൽ വെക്കുക. ബ്രേക്കുകൾ വെച്ച് ബാക്കി നിങ്ങൾ ടാർഗറ്റിലേക്ക് റൈഡ് ഉണ്ടാവും. ഓക്കെ, അതൊക്കെ ബേസിക്കായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. അതൊരു ബൈ എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതാ എക്സാമ്പിൾ ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇവിടെ നമുക്കിതാ ഒരു ഹൈ കിട്ടി. ഓക്കെ, ഇവിടെ നമുക്കൊരു ലോ കിട്ടി. ഇവിടെ പിന്നെ നമുക്കൊരു പുതിയൊരു ലോ കിട്ടി. ഈ ഒരു ലോ മാർക്കറ്റ് ബ്രേക്കും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്കൊരു പുതിയൊരു ലോ ഒരു ഹൈ ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾ നോക്കണ്ട. ജസ്റ്റ് ഈ ഒരു ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു ലോ സേഫ് ആണെന്ന് നോക്കുക. ഓക്കെ, നമുക്ക് ഒരു വാല്യൂ എൻട്രി കിട്ടുന്നുണ്ടോ നോക്കുക. എന്ത് ചെയ്യേണ്ടത് വെച്ചിട്ട് നിങ്ങളിതാ ഈ ഫിബനാച്ചി ടൂൾ എടുക്കുക. ഈ ഒരു ഹൈ മുതൽ ഈ ഒരു ലോ വരെ ഡ്രോ ചെയ്യുക. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഫിബനാച്ചി സോണിൻ്റെ മുകളിൽ ക്ലോസ് ആണ് നോക്കുക. ഓക്കെ, ജസ്റ്റ് കറക്റ്റ് നിങ്ങൾ ഡ്രോ ചെയ്യണം. കറക്റ്റായിട്ട് വരക്കുക. ഓക്കെ, അപ്പം ഇവിടെ കാണാൻ സാധിക്കും നമുക്കിത് ക്യാൻഡിൽ ക്ലോസ് മുകളിൽ കിട്ടിയില്ല. ഓക്കെ, ജസ്റ്റ് വിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യാൻഡിൽ ക്ലോസ് നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ ക്യാൻഡിൽ ക്ലോസ് കിട്ടണമെങ്കിൽ ഇന്ന് ചെയ്യേണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ക്യാൻഡിൽ ക്ലോസ് കിട്ടുമ്പം നമ്മുടെ ഈ ഒരു ഹൈ മാർക്കറ്റ് പോകും. ഓക്കെ, ഇതാ ഈ ഒരു ഹൈ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്ത് മാത്രം നമുക്ക് ഒരു വാലിഡ് എൻട്രി കിട്ടത്തുള്ളൂ. ഓക്കെ, മാർക്കറ്റ് ഇതാ ഇത് ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് അതിന് മുന്നത്തെ ഹൈ നോക്കാം. ഇതൊരു ഹൈ ആണ്. സോ നമുക്ക് ആ ഒരു ഹൈ എടുക്കാൻ സാധിക്കും. ഓക്കെ, ആ ഒരു ഹൈ ജസ്റ്റ് ഞാനിപ്പം
ഡ്രോ ചെയ്തു. ഞാനിപ്പം ഈ ഒരു ലോ മുതൽ ഈ ലേറ്റസ്റ്റ് ആയി ഉണ്ടാക്കിയ ഹൈ വരെ ഡ്രോ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇതാ ഈ ഒരു ബി സോണിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ നമ്മളൊക്കെ എന്താ, അത് ഇൻവാലിഡ് ആണ്. ഇതൊരു ഇൻവാലിഡ് എൻട്രി ആണ്. ഇവിടെ നമുക്ക് എൻട്രിയേ ഇല്ല. അപ്പോൾ ഇതുപോലെ കയറിപ്പോയാലും നിങ്ങൾ ബി സിയിൽ എൻട്രി എടുക്കാൻ പാടില്ല. ഓക്കെ, ഇവിടെ നമുക്ക് എൻട്രി ഇല്ല സ്വതേ പറയുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബൈ സെറ്റപ്പ്. ഇനിയിപ്പോൾ സെല്ല് നോക്കാമെന്നുണ്ടെങ്കിൽ, സെൽ സെറ്റപ്പ് നോക്കാമെന്നുണ്ടെങ്കിൽ കിട്ടുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഡയറക്റ്റ് ബി സി കിട്ടിയെന്ന് നോക്കാം. ഓക്കെ, ഗോൾഡിൻ്റെ ടാർഗറ്റ് അടിച്ചാണ് നോക്കുമ്പോൾ ബി സിന്ന് കിട്ടിയില്ല. ഇവിടെ ഒരു സെൽ സെറ്റപ്പ് ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്കിതൊരു ലോ കിട്ടി, ഒരു ഹൈ കിട്ടി, ഒരു ലോ കിട്ടി, ഒരു ഹൈ കിട്ടി. ഓക്കെ, ആ ഒരു ഹൈ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്തു. സോ നമുക്കിവിടെ ലോന് താഴെയാണ് മാർക്കറ്റ് വരുമെന്ന് വെച്ചല്ലോ. ഓക്കെ, അപ്പോൾ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ നമുക്ക് വാലിഡ് പോയിന്റ്സ് പറയുമ്പോൾ നമുക്കിതാ വരച്ച് കാണിച്ചു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹൈ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്തു. ഇവിടെ ഒരു പുതിയൊരു ഹൈ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. അത് മാർക്കറ്റ് ഫെയിൽ ചെയ്തിട്ടില്ല. ഓക്കെ, പിന്നെ ഇവിടെ കാണാൻ വേണ്ടി പറ്റും ഒരു ലോ. ആ ലോ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ താഴത്തെ ലോ ആയിരിക്കും നമുക്ക്, അതിന് താഴെ ഒരു ലോ ഉണ്ടെങ്കിൽ ആ ലോ ആയിരിക്കും നമുക്ക് വാലിഡേറ്റ് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ലോ മുതൽ ഈ ഒരു ലേറ്റസ്റ്റ് ഉണ്ടാക്കിയ ഒരു ഹൈ വരെ നിങ്ങൾ ഫിബൊനാച്ചി വെച്ച് ഡ്രോ ചെയ്യുക. അപ്പോൾ നമുക്കിതാ ഒരു ഓപ്പോസിറ്റ് കറക്ഷൻ ലെവൽ കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ OCL. ഓക്കെ, OCL. അടുത്ത നമുക്ക് ബി കിട്ടുമോ നോക്കാം. മാർക്കറ്റ് ഇതാ യോസിൽ വന്നു, താഴെ ക്യാൻഡിൽ ക്ലോസ് കിട്ടി. മാർക്കറ്റ് നേരെ നമ്മുടെ ബി സോണിലേക്ക് മാർക്കറ്റ് വന്നു. ഓക്കെ, മാർക്കറ്റ് ബി സോണിലേക്ക് വന്നു. എന്നിട്ട് മാർക്കറ്റ് എ ബ്രേക്ക് ഔട്ട് തീർന്നിട്ടോ നമ്മൾ നോക്കണം. ഓക്കെ, എ ബ്രേക്ക് ഔട്ട് തീർന്നിട്ടോ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലോ, ഓക്കെ, ഈ ലേറ്റസ്റ്റ് ഉണ്ടാക്കിയ ലോ ആണ് നമ്മുടെ എ. ഓക്കെ, മാർക്കറ്റ് എ ബ്രേക്ക് ഔട്ട് ചെയ്തു. ഓക്കെ, ഇനി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബി സിയിലേക്ക് വരണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഫിബൊനാച്ചി വെച്ച് വരച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ബി ഉള്ളത് ഇപ്പം ബി സോൺ ഇപ്പം മാർക്കറ്റ് ഉള്ളത് ഡീപ്പ് കറക്ഷനിലാണ് ഇപ്പം ബി സോൺ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബി സിയിൽ വരാൻ ചാൻസ് പറയുമ്പം നോർമൽ കറക്ഷൻ ആയിരിക്കും. കാരണം ബിയിൽ ഡീപ്പ് കറക്ഷൻ കിട്ടി, ഇനിയിപ്പം ബി സിയിൽ നോർമൽ കറക്ഷൻ ആയിരിക്കും. ഓക്കെ, നോർമൽ കറക്ഷൻ ഫീൽ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, ഹോൾ കറക്ഷൻ ലെവൽ എടുക്കും. അതിൽ നമ്മൾ ഡീപ്പ് കറക്ഷനിലേക്കായിരിക്കും നമ്മുടെ എൻട്രി നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നമുക്കിതാ കറക്റ്റായിട്ട് ഈ ഒരു ഹൈ മുതൽ ലോ വരെ ഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് നമ്മുടെ ബി സി കിട്ടി. മാർക്കറ്റ് ബി സിയിലേക്ക് വന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ബി സി. ഓക്കെ, മാർക്കറ്റ് ബി സിയിലേക്ക് വന്നു. ഓക്കെ, ഇവിടെ നമുക്ക് എൻട്രി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ 0.5 എന്ന ലെവലും 0.559 എന്ന ലെവലും നമുക്ക് എൻട്രി എടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ എൻട്രി വരിക. ഓക്കെ, സ്റ്റോപ്പ് ലോസ് നമുക്ക് 0.786 എന്ന ലെവലിലേക്ക് നമുക്ക് സ്റ്റോപ്പ് ലോസും വരും. ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഡ്രോ ചെയ്യണം. എ ബ്രേക്ക് ഔട്ട് കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾ ഡ്രോ ചെയ്യുക ടാർഗറ്റ്. ഓക്കെ, ജസ്റ്റ് ഇതുപോലെ ടാർഗറ്റ് ഡ്രോ ചെയ്തു. ഓക്കെ, മാർക്കറ്റ് കറക്റ്റ് നമ്മൾ ടാർഗറ്റിലേക്ക് വന്നു, ടാപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, ഈ സി ഏരിയ, ഈ ഒരു ഗോൾഡൻ സോണാണ് നമ്മുടെ സി ടാർഗറ്റ് ഏരിയ. ഓക്കെ, അപ്പം നമുക്ക് ഒരു നല്ലൊരു സെൽ ട്രേഡ് ഇവിടെ കിട്ടി. ഇപ്പോൾ അഥവാ മാർക്കറ്റ് ഇതാ ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ ഒരു ഡീപ്പ് കറക്ഷൻ ഇവിടെ മാർക്കറ്റ് തന്നു, ബിയിലൊരു ഡീപ്പ് കറക്ഷൻ തന്നു. മാർക്കറ്റ് അടുത്തത് നമുക്ക് നോർമൽ കറക്ഷനിൽ വരും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അതുകൊണ്ട് നമ്മളിപ്പം ഈ ഒരു ഹൈ മുതൽ ലോ വരെ മാർക്കറ്റ് നമ്മൾ ഫിബൊനാച്ചി വെച്ച് വരച്ചു. അപ്പോൾ നമുക്ക് ഗോൾഡൻ സോൺ കിട്ടി. ആ ഗോൾഡൻ സോൺ നമുക്ക് ഈ നോർമൽ കറക്ഷൻ ലെവലാണ് നമ്മുടെ എൻട്രി വെക്കുക. അപ്പോൾ ചിലപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഇങ്ങനെ എക്സാമ്പിൾ ഒരു മാർക്കറ്റ് ഇങ്ങനെ കയറിപ്പോവും, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ നിന്ന് അടിക്കും. ഓക്കെ, സ്റ്റോപ്പ് ലോസ് അടിച്ച് നിങ്ങൾ ചെയ്യേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ നിങ്ങൾ ഹോൾ കറക്ഷൻ ലെവൽ വരക്കുക. ഓക്കെ, നിങ്ങൾ ഈ ഒരു ഹൈ മുതൽ ഈ ലേറ്റസ്റ്റ് ഉണ്ടാക്കിയ ഒരു ലോ ഇല്ലേ, ഈ ഒരു ലോ വരെ നിങ്ങൾ ഫിബൊനാച്ചി ടൂൾ വെച്ച് വരക്കുക. അപ്പോൾ നമുക്ക് ഹോൾ കറക്ഷൻ ലെവൽ കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ഹോൾ കറക്ഷൻ ലെവൽ. ഓക്കെ, ഈ ഒരു ഹോൾ കറക്ഷൻ ലെവലിലേക്ക് ജസ്റ്റ് മാർക്കറ്റ് ഹോൾ കറക്ഷൻ ലെവലിൽ ഈ ഹോൾ കറക്ഷൻ ലെവലിലേക്ക് മാർക്കറ്റ് ഡീപ്പ് കറക്ഷനിലാണ് സംഭവിക്കുക. ഓക്കെ, ഈ ഹോൾ കറക്ഷൻ ലെവൽ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹോൾ കറക്ഷൻ ലെവലിൻ്റെ നോർമൽ കറക്ഷനും ഹോൾ കറക്ഷൻ ലെവലിൻ്റെ ഡീപ്പ് കറക്ഷനും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ലെവൽസാണ് ഇവിടെ ഉള്ളത്, രണ്ട് മെത്തേഡ്സാണ് നമുക്കിവിടെ വരച്ചുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് എന്താ പറയുക മീൻസ് ഇവിടെ ഡീപ്പ് കറക്ഷൻ വന്നിട്ട് ഇവിടെ നമുക്ക് നോർമൽ കറക്ഷന് SL അടിച്ച് ഫെയിൽ ആയിക്കണ്ടെങ്കിൽ അതിനർത്ഥം നമുക്ക് മാർക്കറ്റിന് വേണ്ടത് ഡീപ്പ് കറക്ഷൻ ആണെന്നാണ്. ഓക്കെ, ഈ 0 മുതൽ നിങ്ങൾ ലേറ്റസ്റ്റ് ഉണ്ടാക്കിയ ഒരു എ ബ്രേക്ക് ഔട്ട് ശേഷം ഉണ്ടാക്കിയ ഒരു ഹൈ ഇല്ല, അത് നിങ്ങൾ ഡ്രോ ചെയ്യുക. ഓക്കെ, ഫിബൊനാച്ചി വെച്ച് ഡ്രോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഗോൾഡൻ സോൺ കിട്ടി. അതാണ് നമ്മുടെ ഹോൾ കറക്ഷൻ ലെവൽ നമ്മൾ ഡ്രോ ചെയ്യേണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബി സി എൻട്രി ഫെയിൽ ആയിക്കേണ്ട മാത്രമേ ഹോൾ കറക്ഷൻ ലെവലിൽ നിങ്ങൾ ഇതുപോലെ ഡ്രോ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, പിന്നെ നമുക്ക് ഹോൾ കറക്ഷൻ ലെവൽ ഡ്രോ ചെയ്യേണ്ടത് ടാർഗറ്റ് അടിച്ച് കഴിഞ്ഞാൽ മാത്രമാണ്. ഓക്കെ, ഇത് ടാർഗറ്റ് അടിക്കാതെ നമുക്ക് ഹോൾ കറക്ഷൻ ലെവൽ ഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ബി സി ഫെയിൽ ആവണം. ഓക്കെ, ഫെയിൽ ആക്കേണ്ട മാത്രങ്ങൾ ഹോൾ കറക്ഷൻ ലെവൽ എന്താ പറയുക ഡ്രോ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഹോൾ കറക്ഷൻ ലെവൽ നമുക്ക് നോർമൽ കറക്ഷനും ഡീപ്പ് കറക്ഷൻ ലെവലും ഉണ്ട്. ഓക്കെ,
അപ്പോൾ 0.5 മുതൽ 0.559 വരെ നോർമൽ കറക്ഷൻ. ഡിപ്പ് കറക്ഷൻ തന്നെ 0.618 മുതൽ 0.667 നമുക്ക് ഡിപ്പ് കറക്ഷനാണ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് കറക്റ്റായിട്ട് നമ്മുടെ എന്താ പറയുക ബിയിലേക്ക് വന്നു. ഓക്കെ, നമ്മൾ ബി സിയിലേക്ക് വന്നു. ഈ ഒരു നോർമൽ കറക്ഷൻ എടുത്ത് മാർക്കറ്റ് ഇറങ്ങിപ്പോയി. ഓക്കെ, അപ്പോൾ അഥവാ മാർക്കറ്റ് ഇപ്പോൾ ടാർഗറ്റ് അടിക്കാതെ മാർക്കറ്റ് ഈ ഒരു ബി സിയിലേക്ക് വന്നു. ഈ ഒരു എൻട്രി സ്റ്റോപ്പുകൾ സെർച്ചിട്ടുണ്ട് നിങ്ങൾ 0 മുതൽ ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ ഈ ഒരു ലോവർ ഡ്രോ ചെയ്യുക, ലേറ്റസ്റ്റ് ലോവർ ഡ്രോ ചെയ്യുക. അപ്പോൾ നമുക്ക് നോർമൽ കറക്ഷൻ ഡീപ്പ് കറക്ഷൻ കിട്ടും. അപ്പം മാർക്കറ്റ് ഈ ഒരു നോർമൽ കറക്ഷൻ ബ്രേക്ക് ചെയ്യാൻ കാരണം മാർക്കറ്റിന് ഡീപ്പ് കറക്ഷൻ വേണ്ടത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഹോൾ കറക്ഷൻ ലെവലിൽ ഡീപ്പ് കറക്ഷൻ ലെവൽ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ആ ഒരു ലെവലിൽ നിങ്ങൾ എൻട്രി വെക്കുക. സ്റ്റോപ്പ് ലോസ് 0.786 ലെവലിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാനേ പറ്റും. ഓക്കെ, വാല്യൂസ് പറയുമ്പോൾ മാറിപ്പോകുന്നുണ്ട്. ഓക്കെ, അപ്പം ഒന്നുകിൽ നിങ്ങൾക്ക് മാർക്കറ്റ് ഇതുപോലെ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എൻട്രി വരും, ഇവിടെ നമുക്ക് നേരെ ടാർഗറ്റ് അടിക്കും. ഓക്കെ, അതാണ് കാര്യങ്ങൾ. അതിപ്പം അടുത്ത എക്സാമ്പിളിൽ ഞാൻ കാണിച്ചിരുന്നുണ്ട് അതെങ്ങനെയാണ് മാർക്കറ്റിൽ വർക്ക് ആണെന്നുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ മാക്സിമം ഇത് പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് പഠിക്കുക. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരില്ല. നമുക്ക് മാർക്കറ്റ് ഒരു ഡീപ്പ് കറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ, മാർക്കറ്റ് ഫസ്റ്റ് നമുക്ക് ബി സോളിൽ നമുക്ക് ഒരു നോർമൽ കറക്ഷൻ. ഓക്കെ, നോർമൽ കറക്ഷൻ. ഓക്കെ, അടുത്ത മാർക്കറ്റ് ബി സിയിലേക്ക് പോകില്ലേ. ഓക്കെ, ബി സിയിലേക്ക് മാർക്കറ്റ് ഒരു ബിയിൽ നോർമൽ കറക്ഷൻ ആണെങ്കിൽ ബി സിയിൽ നമുക്ക് ഡീപ്പ് കറക്ഷൻ ആയിരിക്കും. ഓക്കെ, ഡീപ്പ് കറക്ഷൻ. ഓക്കെ, അപ്പം ബി സിയിൽ ഡീപ്പ് കറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് അത് ഫെയിൽ ആവുന്നുണ്ടെങ്കിൽ ഓക്കെ, ഡീപ്പ് കറക്ഷന് ഫെയിൽ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തത് ഡീപ്പർ കറക്ഷനിലേക്ക് പോകും. ഓക്കെ, അപ്പം എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു ഡീപ്പ് കറക്ഷൻ ഇപ്പം ബിയിൽ ഡീപ്പ് കറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ബി സിയിൽ വരുമ്പോൾ അതൊരു നോർമൽ കറക്ഷൻ ആവും. ഓക്കെ, ആ നോർമൽ കറക്ഷന് മാർക്കറ്റ് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ അടുത്ത് നമുക്ക് ഹോൾ കറക്ഷൻ ലെവൽ വരച്ചിട്ട് നമുക്ക് അതിൻ്റെ ഡീപ്പ് കറക്ഷൻ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം നോർമൽ കറക്ഷനും ഡീപ്പ് കറക്ഷനും ബ്രേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ അടുത്ത മാർക്കറ്റ് ഹോൾ കറക്ഷൻ ലെവൽ വരക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഡീപ്പർ കറക്ഷനിലായിരിക്കും നമ്മുടെ എൻട്രി വരിക. ഓക്കെ, അപ്പം ഡീപ്പർ കറക്ഷൻ എൻട്രി മോഡലിനെ ഞാൻ ലൈവ് എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതുപോലൊരു സീക്വൻസ് കിട്ടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതവിടെ ഒരു ഹൈ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ഹൈ ഒക്കെ മാർക്ക് ചെയ്യട്ടെ. ഓക്കെ, ഇതൊരു ഹൈ ആണ്, അത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ഇതൊരു ഹൈ ആണ്, അത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, ഇതും ഒരു ഹൈ ആണ്. ഓക്കെ, ഇതും ഒരു ഹൈ ആണ്. ഓക്കെ, നമുക്ക് ലോസ് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇതൊരു ലോ ആണ്, അത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് സീക്വൻസ് വാലിഡാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, ഇതും ഒരു ലോ ആണ്. ഓക്കെ, അപ്പോൾ ഈ മാർക്കറ്റ് നമ്മൾ ഈ ഒരു ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാതെ നോക്കണം. ഓക്കെ, ബ്രേക്ക് ചെയ്തിട്ടില്ല നമുക്ക് ഈ ഒരു ബി ലെവലിൽ വന്നിട്ട് ആ ഒരു എ ബ്രേക്ക് ഇട്ടിട്ടാണ് സെറ്റാണ്. ഓക്കെ, അപ്പോൾ ചെറിയൊരു വ്യത്യാസത്തിൽ നമുക്കിവിടെ ടാപ്പായി ഇല്ലാത്ത രീതിക്കാണുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടാപ്പായി എന്ന് കണക്ക് കൂട്ടാം. അതിന് മുകളിൽ നമുക്ക് ലെവൽ വാലിഡ് ആക്കി എടുക്കാം. ഓക്കെ, ഈ ഒരു ലെവൽ നമുക്ക് വാലിഡ് ആക്കി എടുക്കാം. ഈ ഒരു ലെവൽ ജസ്റ്റ് മാർക്ക് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഇതാ ഈ ഒരു ലെവൽ ഞാൻ വാലിഡ് ആക്കി എടുക്കുകയാണ്. ഓക്കെ, ഈ ഒരു ലെവൽ ഓൾറെഡി ഇവിടെ ഫെയിലായ പോലെ ഉള്ളത്. ഓക്കെ, ഏതാണ്ട് ടാപ്പായി ഇല്ല എന്ന രീതിക്കാണുള്ളത്. ഓക്കെ, ഒന്ന് ടാപ്പായി ഇല്ല ആ ഒരു രീതിക്ക് അവിടെ കാണുന്നു. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഞാനിപ്പം എടുക്കുന്നില്ല, കുറച്ച് കൺഫ്യൂഷനിലുണ്ട്, അതെടുക്കുന്നില്ല. അതിന് മുകളിലത്തെ ഈ ഒരു ലെവലാണ് ചെറിയ വ്യത്യാസം അവിടത്തുള്ളൂ. ഓക്കെ, ലെവലിൽ ചെറിയ വ്യത്യാസമുള്ളൂ. ഓക്കെ, ഈ ഒരു ഹൈ മുതൽ ഈ ഒരു ലോ വരെ ഡ്രോ ചെയ്തു. അപ്പോൾ എനിക്ക് ഹോൾ കറക്ഷൻ ലെവലല്ല, ഇതായി ഒരു ഒ സിയിലാണ് കിട്ടിയത്. ഓക്കെ, ഓപ്പോസിറ്റ് കറക്ഷൻ ലെവൽ, നമുക്കിതിനെ ഓപ്പോസിറ്റ് ബി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പം ഓപ്പോസിറ്റ് കറക്ഷൻ ലെവൽ കിട്ടി. ഇനി നമ്മളിതാ ഈ ഒരു ലോ മുതൽ ലേറ്റസ്റ്റ് ഉണ്ടാക്കിയ ഹൈ വരെ ഞാനിപ്പം ഡ്രോ ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ബി സോൺ കിട്ടി. മാർക്കറ്റ് ബി സോണിലേക്ക് വന്നിട്ട് മാർക്കറ്റ് എ ബ്രേക്ക് ഔട്ട് ചെയ്തൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇതാണ് നമ്മുടെ എ സോൺ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എ ബ്രേക്ക് ഔട്ട് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി മാർക്കറ്റിൽ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബി സി കിട്ടുമെന്ന് നോക്കണം. ഓക്കെ, ബി നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ബി സി ആണ്. ഓക്കെ, ബി സി കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബീൻ്റെ ലോ മുതൽ ലേറ്റസ്റ്റ് ഉണ്ടാക്കിയ ഹൈ വരെ നിങ്ങൾ ഡ്രോ ചെയ്യുക. ഓക്കെ, അതിന് മുമ്പേ നിങ്ങൾ ടാർഗറ്റ് സെറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ ഈ ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ ഇട്ട് കൊടുക്കുക. ഈ ഒരു ലോ മുതൽ ഈ ഒരു ഹൈ പിന്നെ ഈ ലോ. ഓക്കെ, അപ്പോൾ നമുക്കിത് നമ്മുടെ ടാർഗറ്റ് കിട്ടി. ഓക്കെ, ഇതാണ് നമ്മുടെ സി ടാർഗറ്റ് ഏരിയ. ഓക്കെ, സി സോൺ കിട്ടി. ഇതാണ് നമ്മുടെ ടാർഗറ്റ് ഏരിയ. മാർക്കറ്റ് നമുക്ക് എവിടെയാണ് ഈ സോണിലാണ് മാർക്കറ്റ് എത്തേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്ക് ടി പി സെറ്റ് ചെയ്യുക. ഈ ഒരു സോണിലാണ് നമ്മൾ ടി പി സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ലോ മുതൽ ഈ ഒരു ലേറ്റസ്റ്റ് ഉണ്ടാക്കിയ ഹൈ വരെ മാർക്കറ്റിൽ നമ്മുടെ
ഈ ഒരു ഫിബൊനാച്ചി ടൂൾ വെച്ച് ഡ്രോ ചെയ്തു. അപ്പോൾ നമുക്കിതാ ഒരു ഗോൾഡൻ സോൺ മാർക്കറ്റിലൂടെ കിട്ടി. ഓക്കെ, അപ്പോൾ ഇതിന് പറഞ്ഞ പേരാണ് BC. ഓക്കെ, ഈ BCയിൽ നമുക്ക് 4 ലെവൽസ് ഇല്ലേ? ഓക്കെ, ഒന്ന് 0.5, 0.559, 0.618, 0.67. ഓക്കെ, അപ്പോൾ നമുക്ക് 4 ലെവൽസ് ഉണ്ട്. ഈ ലെവൽസ് നമുക്ക് എല്ലാം നമുക്ക് എൻട്രി വരിക. ഓക്കെ, ഇവിടെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും B ലെവൽ നമുക്ക് ഇവിടെ ഡീപ്പ് കറക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് BCയിൽ നോർമൽ കറക്ഷൻ ആയിരിക്കും. ഓക്കെ, നോർമൽ കറക്ഷൻ ലെവൽ എന്ന് പറയുമ്പോൾ നമുക്ക് 0.5ഉം 0.559 ആണ് നമുക്ക് നോർമൽ കറക്ഷൻ. ഓക്കെ, അപ്പം ജസ്റ്റ് ഞാനിതാ ഈ ഒരു 0.5 ലെവൽ ഞാൻ എൻട്രി പ്ലേസ് ചെയ്തു. സ്റ്റോപ്പ് ലോസ് ഞാൻ 0.786 സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തു. ഓക്കെ, ടാർഗറ്റ് ഞാൻ എൻ്റെ സിയിലേക്ക് ഞാൻ ടാർഗറ്റും വെച്ചു. ഓക്കെ, 1:2 റിസ്ക് റിവാർഡാണ് ഇവിടെ കിട്ടിയുള്ളത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇത് എൻ്റെ എന്താ പറയുക സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ BC സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മാർക്കറ്റിന് വേണ്ടത് നോർമൽ കറക്ഷൻ അല്ല, ഡീപ്പ് കറക്ഷനാണ് മാർക്കറ്റിന് വേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ലോ, ഓക്കെ, ഈ ഒരു ലോ മുതൽ ലേറ്റസ്റ്റ് ഉണ്ടാക്കിയ ഹൈ വരെ ഡ്രോ ചെയ്യുക. ഓക്കെ, ഈ ഒരു ഫിബൊനാച്ചി വായിക്കട്ടെ. ഓക്കെ, മനസ്സിലായില്ലേ? ഈ ഒരു 0 മുതൽ ഈ കാണുന്ന 0 മുതൽ നിങ്ങൾ ലേറ്റസ്റ്റ് ഉണ്ടാക്കിയ ഹൈ വരെ ഡ്രോ ചെയ്യുക. അപ്പോൾ മാർക്കറ്റ് Bയിൽ C ടാപ്പ് ആയിക്കണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത് ഡ്രോ ചെയ്യാൻ പാടില്ല. Cയിൽ എത്തിക്കേണ്ട ടാർഗറ്റ് കംപ്ലീറ്റ് ആയി, സീക്വൻസ് കംപ്ലീറ്റ് ആയെന്നാണ് അർത്ഥം. ഓക്കെ, മാർക്കറ്റ് Cയിലേക്ക് എത്താതെ ഇതുപോലെ മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഇറങ്ങി വരിക എന്നുണ്ടെങ്കിൽ നമുക്ക് അത് BC ഒക്കെ എടുക്കാണ്ട് പറ്റും. ഓക്കെ, സോണിൽ കയറുന്നുണ്ടെങ്കിൽ BC ഒക്കെ എടുക്കാണ്ട് പറ്റും. ഓക്കെ, ഇതിപ്പോൾ ഹോൾ കറക്ഷൻ ലെവലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവലടക്ക് നമുക്ക് എൻട്രി വരിക. അപ്പം ഈ ഒരു ലെവൽ നമുക്ക് ഈ BCയിൽ നമുക്ക് നോർമൽ കറക്ഷന് ഫെയിൽ ആയി. ഓക്കെ, അതിനർത്ഥം ഹോൾ കറക്ഷൻ ലെവലിൽ ഡീപ്പർ കറക്ഷനാണ് മാർക്കറ്റ് താല്പര്യം എന്നാണ് അതിനർത്ഥം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ അവിടെ നിന്ന് ഒരു എൻട്രി ജസ്റ്റ് ഇവിടെ നിന്ന് ഞാനിപ്പം പ്ലേസ് ചെയ്യാണ്ട് പോകണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു ഹോൾ കറക്ഷൻ ലെവലാണ്. ഓക്കെ, അപ്പം ജസ്റ്റ് ഞാനിപ്പം ആ സോൺ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു എൻട്രി പ്ലേസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ലെവൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. ഈ ഒരു ലെവൽ നമുക്ക് എൻട്രി പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇതൊരു ഡീപ്പ് കറക്ഷൻ ലെവലാണ്. ഓക്കെ, WCLൻ്റെ ഹോൾ കറക്ഷൻ ലെവലിൻ്റെ ഡീപ്പ് കറക്ഷൻ ലെവലാണ് 0.618ഉം 0.67 ആണ് നമ്മുടെ എൻട്രി പോയിന്റ് എന്ന് പറയുമ്പോൾ. ഓക്കെ, സ്റ്റോപ്പ് ലോസ് 0.786 നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരിക. ഓക്കെ, മാർക്കറ്റ് സ്റ്റോപ്പ് ലോസും ടാപ്പ് ആയിട്ടില്ല, ഏതാണ്ട് ആ ഒരു റേഞ്ചിൽ വന്നു മാർക്കറ്റ് തിരിച്ച് കയറിപ്പോയി. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ റിസ്ക് റിവാർഡ് 1:4. ഓക്കെ, 1:4 നമുക്ക് റിസ്ക് റിവാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡീപ്പ് കറക്ഷൻ. ഓക്കെ, ഹോൾ കറക്ഷൻ്റെ ഡീപ്പ് കറക്ഷൻ ഇങ്ങനെയാണ്. ഓക്കെ, മനസ്സിലായില്ലേ? ഇത് നോർമൽ കറക്ഷനാണ്. ഓക്കെ, ഇത് ഡീപ്പ് കറക്ഷന്, ഇത് നോർമൽ കറക്ഷന്. ഓക്കെ, കറക്റ്റ് മാർക്കറ്റ് നമ്മൾ C ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഓൾറെഡി ഞാൻ മാർക്ക് ചെയ്ത് വെച്ച സാധനമാണ്. ഓക്കെ, അപ്പം മനസ്സിലായില്ലേ? അപ്പം BCയിൽ ഡീപ്പർ കറക്ഷൻ എങ്ങനെയാണ് എൻട്രി എടുക്കാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതൊരു ഹൈ ആണ്. ഓക്കെ, ഈ ഒരു ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ഓക്കെ, അതിൻ്റെ ഒരു ലോ ഉണ്ട്. ഓക്കെ, ആ ലോ മാർക്കറ്റ് പ്രൊട്ടക്റ്റ് ചെയ്തു. ഈ ഒരു ലോ ഇവിടെ ബ്രേക്ക് ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്കത് വാലിഡ് ആയി. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഹൈ മുതൽ ഈ ഒരു ലോ വരെ ഡ്രോ ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ B കിട്ടി. ഓക്കെ, ഇവിടെ നമുക്കൊരു B കിട്ടി. ഇവിടെ നമുക്ക് ഉറപ്പായിട്ട് OCയിൽ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ജസ്റ്റ് ഞാൻ വരക്കാത്തതാണ്. ഓക്കെ, ജസ്റ്റ് വരച്ചേക്കാം. ഓക്കെ, ഈ ഒരു ലോ മുതൽ ഈ ഒരു ലേറ്റസ്റ്റ് ഉണ്ടാക്കിയ ഹൈ വരെ ഡ്രോ ചെയ്തു. അപ്പോൾ നമുക്കിതാ ഓപ്പോസിറ്റ് കറക്ഷൻ ലെവൽ കിട്ടി, OCയിൽ കിട്ടി. ഓക്കെ, ജസ്റ്റ് അവിടെ വരച്ചിട്ടേക്കാം. ഓക്കെ, മനസ്സിലായി? എനിക്ക് ഓൾറെഡി അറിയാം ഈ ബോക്സിന് താഴെ വന്നല്ലോ. ഓക്കെ, ഇനി മാർക്കറ്റ് നമുക്കത് ബ്രേക്ക് ഔട്ട് കിട്ടുമെന്ന് നോക്കണം. ഓക്കെ, ഈ ഒരു A ബ്രേക്ക് ഔട്ട് തരുന്നുണ്ടോ നോക്കുക. മാർക്കറ്റ് A ബ്രേക്ക് ഔട്ട് ഇവിടെ തന്നു. ഓക്കെ, ഇനി മാർക്കറ്റ് നമുക്ക് BCയിലേക്ക് കയറുമോ നോക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹൈ മുതൽ ലേറ്റസ്റ്റ് ഉണ്ടാക്കിയ ലോ വരെ നമ്മൾ ഡ്രോ ചെയ്തു. അപ്പോൾ നമുക്കിത് മാർക്കറ്റ് കറക്റ്റായിട്ട് നമ്മുടെ BCയിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ BC സോൺ. ഓക്കെ, BC. ഓക്കെ, പിന്നെ നമുക്ക് നമ്മുടെ ടാർഗറ്റും ഡ്രോ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ ഒരു 0AB ബീൻ്റെ ആ ഒരു ഹൈ വരെ ഡ്രോ ചെയ്തു. ഇനിയിപ്പം നമുക്ക് ഗോൾഡൻ സോൺ കിട്ടി. ആ ഗോൾഡൻ സോണിലേക്ക് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ C ടാർഗറ്റ്. ഇതൊക്കെ ജസ്റ്റ് വായിച്ചാളിയാണ്. ഓക്കെ, ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? 0ABC. ഓക്കെ, C കിട്ടിയേ എന്താ 0ABC. ഓക്കെ, അപ്പോൾ നമുക്ക് സീക്വൻസ് കിട്ടി. ഓക്കെ, ഇനി മാർക്കറ്റ് Cയിലേക്ക് എത്തിയാൽ മാത്രം മതി. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ഫിബൊനാച്ചി ടൂൾ വെച്ച് നിങ്ങൾ ഹൈ മുതൽ ലോ വരെ ഡ്രോ ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ഗോൾഡൻ സോൺ കിട്ടി. ഗോൾഡൻ സോണിലേക്ക് മാർക്കറ്റ് എൻ്റർ ആയി. ഇവിടെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് മാർക്കറ്റ് കറക്റ്റായിട്ട്. ഓക്കെ, ജസ്റ്റ് ഈ ഒരു ഹൈ മുതൽ ഹൈ മുതൽ ലോ വരെ ഡ്രോ ചെയ്യുമ്പോൾ കറക്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. മാർക്കറ്റ് നമ്മുടെ നോർമൽ കറക്ഷനിലേക്ക് മാർക്കറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് BCയിലേക്ക് ഡീപ്പ് കറക്ഷൻ ആയിരിക്കും. ഇത് നോർമൽ കറക്ഷനാണ്. അവിടെ കാണില്ലേ? ഇതൊരു നോർമൽ കറക്ഷനാണ്. B നോർമൽ കറക്ഷനാണ്. അപ്പോൾ നമുക്ക് BC എന്താണ്?
ഡീപ്പ് കറക്ഷൻ. ഓക്കെ, BC ഡീപ്പ് കറക്ഷൻ ആണ്. ഡീപ്പ് കറക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മാർക്കറ്റ് കറക്റ്റായിട്ട് ഈ ഒരു ഏരിയയിൽ വരണം. ഓക്കെ, കറക്റ്റ് നിങ്ങൾ BC വരക്കുന്നവരെ കറക്റ്റ് വരക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് എൻട്രി മിസ്സായിപ്പോൾ. ഓക്കെ, സോണ് കറക്റ്റ് വരക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ BC സോൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഈ ഒരു 4 ലെവൽസ് കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചേക്കുക, കുറച്ചുകൂടി വൃത്തി ഉണ്ടാവും ചാർട്ട് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, എൻട്രി കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നോർമൽ കറക്ഷൻ B കിട്ടിയതുകൊണ്ട് ഡീപ്പ് കറക്ഷൻ ആയിരിക്കണം നമ്മുടെ BCയിൽ വരിക. അപ്പോൾ മാർക്കറ്റ് കറക്റ്റ് ഡീപ്പ് കറക്ഷനിലേക്ക് വന്നു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ 0.618 ആണ്. സ്റ്റോപ്പ് ലോസ് നമുക്ക് 0.786 ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരിക. ടാർഗറ്റ് നേരെ നമ്മുടെ Cയിലേക്ക്. ഓക്കെ, Cയിലേക്കാണ് നമ്മുടെ ടാർഗറ്റ് വരിക. ഓക്കെ, ഇവിടെ കാണാൻ സാധിക്കും നമുക്കിത് മാർക്കറ്റ് കറക്റ്റ് ഈ ഒരു ഏരിയ എത്തുമ്പോൾ മാർക്കറ്റ് റീട്രേസ് ചെയ്ത് പോയി ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇതിന് മാർക്കറ്റ് ഇറങ്ങി വന്നിവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിന് ഈ ഒരു ഡീപ്പ് കറക്ഷൻ മതിയായിട്ടുണ്ടാവില്ല. നോർമൽ കറക്ഷൻ കിട്ടിയതുകൊണ്ട് നമുക്ക് ഡീപ്പ് കറക്ഷൻ കിട്ടി. ഓക്കെ, ഡീപ്പ് കറക്ഷൻ ഫെയിൽ ആയതുകൊണ്ട് നമുക്ക് അടുത്ത ഡീപ്പർ കറക്ഷൻ നോക്കണം. ഡീപ്പർ കറക്ഷൻ നോക്കാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു ഇവിടെ കാണാൻ സാധിക്കും 0. ആ 0 മുതൽ ഓക്കെ, ആ 0 മുതൽ നിങ്ങൾ ലേറ്റസ്റ്റ് ഉണ്ടാക്കി ലോ വരെ നിങ്ങൾ ഡ്രോ ചെയ്യുക. ഓക്കെ, ലേറ്റസ്റ്റ് ഉണ്ടാക്കിയ ലോ ഇതാണ്. ഓക്കെ, ഏറ്റവും ലോസ്റ്റ് ലോ ഇതാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ആ ഒരു ഏരിയ വരെ അപ്പോൾ ഡ്രോ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിതാ ഹോൾ കറക്ഷൻ ലെവൽ കിട്ടി. ഇതാണ് നമ്മുടെ ഹോൾ കറക്ഷൻ ലെവൽ. ഓക്കെ, WC എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ഒരു സോണിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഡീപ്പ് കറക്ഷൻ പോരാ, ഡീപ്പർ കറക്ഷനാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഹോൾ കറക്ഷൻ ലെവൽ ജസ്റ്റ് ഇതുപോലെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി മാർക്കറ്റ് കറക്റ്റായിട്ട് ഇതാ ഈ ഒരു നമ്മുടെ ഡീപ്പർ കറക്ഷൻ ലെവലിലേക്ക് കറക്റ്റ് ഇതാണ് നമ്മുടെ ഡീപ്പർ കറക്ഷൻ ലെവലിൻ്റെ ആ ഒരു സ്ക്വയർ വരച്ചാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡീപ്പർ കറക്ഷൻ ലെവൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡീപ്പർ കറക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ലെവൽ എന്ന് പറയുമ്പോൾ 0.667ഉം 0.786 ആണ് നമ്മുടെ ഡീപ്പർ കറക്ഷൻ ലെവൽ. ഓക്കെ, ഈ ഡീപ്പർ കറക്ഷൻ ലെവൽ നമുക്ക് മാർക്കറ്റ് എൻട്രി എടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ 0.667 നമ്മുടെ ഡീപ്പർ കറക്ഷൻ വരിക. അവിടെ നമുക്ക് എൻട്രി എടുത്തു. സ്റ്റോപ്പ് ലോസ് നമുക്ക് ആ ഒരു 0ലേക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. ടാർഗറ്റ് നേരെ നമ്മുടെ Cയിലേക്കും വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര റിസ്ക് റിവാർഡ് ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ഇതൊരു ഹൈ കിട്ടിയില്ലേ. ഓക്കെ, ഇത് ചാർട്ട് എന്ന് പറയുമ്പോൾ സൂയിൻ്റെ ചാർട്ടാണ്. ഓക്കെ, സൂയാണ് USDT ആണ്. ഓക്കെ, ഹൈ കിട്ടി, ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തു. ഇവിടെ നമുക്കൊരു ലോ ഉണ്ട്, ആ ലോ ഇവിടെ സേഫാണ്. ഓക്കെ, ഇവിടെ നമുക്കിതാ കറക്റ്റായിട്ട് ഒരു ഹൈ ഉണ്ട്. ഇവിടെ നമുക്കൊരു B കിട്ടി. ഓക്കെ, ഇവിടെ നമുക്ക് ഓൾറെഡി നമുക്ക് എന്താ പറയുക സംഭവം കിട്ടിയതാണ്. ഓക്കെ, OCയിലൂടെ കിട്ടിയതാണ്. ഓക്കെ, ജസ്റ്റ് അത് മാർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, അത് സംഭവം മനസ്സിലായാൽ മതി. OCയിൽ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് മനസ്സിലായത്. ഇത് OCയിൽ എന്തായാലും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം B കിട്ടി. നമുക്ക് അടുത്ത BC നോക്കണം. ജസ്റ്റ് ഇതാ ഈ ഒരു ഹൈ മുതൽ ലോ വരെ ഡ്രോ ചെയ്തു. അപ്പോൾ നമുക്കിതാ ഇവിടെ BC കിട്ടി. മാർക്കറ്റ് കറക്റ്റ് ഇതാ ഇവിടെ നോർമൽ കറക്ഷനിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, B ഡീപ്പ് കറക്ഷൻ ആയതുകൊണ്ട് BC നോർമൽ കറക്ഷനാണ്. ഓക്കെ, ഇവിടെ കാണാൻ സാധിക്കും 0.5ഉം 0.559ഉം ഇതാണ് നമ്മുടെ നോർമൽ കറക്ഷൻ ലെവൽ. ഓക്കെ, മാർക്കറ്റ് കറക്റ്റായിട്ട് 0.5ലേക്ക് വന്നു. ഓക്കെ, സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ 0.786 നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരിക. ടാർഗറ്റ് നമുക്ക് ഡ്രോ ചെയ്യണം ഈ ഒരു ഹൈ മുതൽ 0AB. അപ്പോൾ നമുക്ക് ടാർഗറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, മാർക്കറ്റ് കറക്റ്റ് നമ്മുടെ ടാർഗറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, C വന്നു. ഓക്കെ, അതിൽ മാർക്കറ്റ് Cയിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സീക്വൻസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഓക്കെ 0ABC നമ്മളെ എന്താ പറയുക സീക്വൻസ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇത് ചെയ്യേണ്ടത് ഹോൾ കറക്ഷൻ ചെയ്യണം. ഓക്കെ, Cയിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഹോൾ കറക്ഷൻ ചെയ്യണം. നമ്മളിപ്പം ഈ കാണുന്ന 0 മുതൽ ലേറ്റസ്റ്റ് ഉണ്ടാക്കി Cയിലേക്ക് വന്നൊരു ലോ വരെ നമ്മൾ ഡ്രോ ചെയ്തു. അപ്പോൾ നമുക്കിത് ഒരു ഗോൾഡൻ സോൺ കിട്ടി. അതിന് പറയുന്ന പേരാണ് ഹോൾ കറക്ഷൻ ലെവൽ. ഓക്കെ, ഹോൾ കറക്ഷൻ ലെവൽ WCL. ഓക്കെ, ഇവിടുന്ന് മാർക്കറ്റ് ചിലപ്പോൾ ആണെങ്കിൽ മാർക്കറ്റ് ഇറങ്ങിപ്പോയേക്കാം അല്ലെങ്കിൽ കയറിപ്പോയേക്കാം. അതൊക്കെ ബേസ്ഡ് ഓൺ മാർക്കറ്റ്. ഓക്കെ, അതാണ് സംഭവം, അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് കറക്റ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലായി വിശ്വസിക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ 1-2 വീഡിയോസ് ഒക്കെ ഇടും. പിന്നെ ട്രേഡിങ് റീക്യാപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരും നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും ഇതെങ്ങനെ ചെയ്യണത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കത്തണം എന്നില്ല ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ട് മനസ്സിലായി ബാക്കോട്ട് സ്കിപ്പ് അടിച്ച് ഒന്ന് കണ്ടാൽ മതി. ഓക്കെ, പിന്നെ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ട് ക്ഷമിക്കുക. ഓക്കെ, ഞാൻ മാക്സിമം ബിഗിനേഴ്സിന് മനസ്സിലാവുന്ന രീതിക്കാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഓൾറെഡി ഇതിൻ്റെ അറിയുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് തെറ്റൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ തോന്നും, ഇങ്ങനെയായിട്ട് തോന്നും. ഓക്കെ, ഞാൻ മാക്സിമം ഇത് ബിഗിനേഴ്സിന് മനസ്സിലാവുന്ന രീതിക്ക് നമ്മളതായ ഒരു ലാംഗ്വേജിൽ ഞാൻ പറയുന്നതാണ്. ഓക്കെ, കൂടുതൽ ഞാൻ മോഡിഫൈ ആയിട്ടൊന്നും പറയുന്നില്ല. ജസ്റ്റ് എന്താണ് എനിക്ക് എൻ്റെ വായിൽ എന്താണ് വരുന്നത് അത് ജസ്റ്റ് പറയുന്നതാണല്ലോ. ഓക്കെ, പ്രത്യേകിച്ച് സ്ക്രിപ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പം സംഭവം ഇത്രയേ ഉള്ളൂ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്.
മനസ്സിലാക്കി ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക, ലൈവ് മാർക്കറ്റ് പ്രാക്ടീസ് ചെയ്യുക, ഓക്കെ, ഡെമോസിൽ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇവിടെ പോകുന്ന ഒരു സെല്ലാണ്. ഓക്കെ, ഗോൾഡിലൊരു സെല്ലാണ്. ഓക്കെ, ജസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും ഒരു ഹൈ. ആ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു, പുതിയൊരു ഹൈ ഉണ്ടായി. ഓക്കെ, അത് വാലിഡേറ്റ് അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ലോ ഉണ്ട്, ആ ലോ പ്രൊട്ടക്റ്റഡ് ആണ്. ഓക്കെ, ജസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും മുകളിൽ ഹൈ മുതൽ ഈ ഒരു ലോ വരെ ഡ്രോ ചെയ്തു. മാർക്കറ്റ് കറക്റ്റായിട്ട് നമ്മുടെ ബി സോണിലേക്ക് കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ബി സോണിൽ കയറിയത് നമ്മുടെ ഡീപ്പ് കറക്ഷൻ ആയിട്ടാണ് മാർക്കറ്റ് ചെയ്തുള്ളൂ. ഓക്കെ, ഇവിടെ കാണാൻ സാധിക്കും ബി സോണിൽ ഡീപ്പ് കറക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബി സിയിൽ എന്താ നോർമൽ കറക്ഷൻ ആയിരിക്കും. ഓക്കെ, ഇവിടെ കാണാൻ സാധിക്കും ഡീപ്പ് കറക്ഷൻ ആണ്, അത് നിങ്ങൾ മെയിനായി ശ്രദ്ധിക്കുക. ഓക്കെ, ഇത് ബി ആണ്, ഡീപ്പ് കറക്ഷൻ. ഓക്കെ, ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും, സ്റ്റോപ്പ് ലോസിൽ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾ ബി വരച്ചു. ഓക്കെ, നമുക്ക് എ ബ്രേക്ക് ഔട്ട് ഇട്ടെന്ന് നോക്കാം. എ മാർക്കറ്റ് ബ്രേക്ക് ഔട്ടും തന്നു. ഓക്കെ, ബ്രേക്ക് ഔട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മാർക്കറ്റ് ബി സിയിലേക്ക് വരുമോ നോക്കണം. ഈ ഒരു ഹൈ മുതൽ ഈ ഒരു ലോ നമ്മൾ ഡ്രോ ചെയ്തു. അപ്പോൾ കറക്റ്റായിട്ട് മാർക്കറ്റ് ഇതാ നമ്മുടെ ഗോൾഡൻ സോണിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഗോൾഡൻ സോണിലേക്ക് മാർക്കറ്റ്. ഓക്കെ, ഇത് ബി സി. ഓക്കെ, ഇതാണ് നമ്മുടെ ബി സി. മാർക്കറ്റ് കറക്റ്റായിട്ട് ഗോൾഡൻ സോണിൽ കയറി നമ്മുടെ 0.5 എന്ന ലെവലിലും 0.667 എന്ന ലെവലിലേക്കും വന്നിട്ടുണ്ട്. ഓക്കെ, നോർമൽ കറക്ഷനും ഡീപ്പ് കറക്ഷനും ഇവിടെ നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എൻട്രി കറക്റ്റ് വരിക നമ്മുടെ നോർമൽ കറക്ഷനിലാണ്. ഓക്കെ, ഇവിടെ കാണാൻ സാധിക്കും നമുക്കിതാ ബി നമുക്ക് ഡീപ്പ് കറക്ഷൻ ആയതുകൊണ്ട് ബി സി നമുക്ക് നോർമൽ കറക്ഷൻ ആയിരിക്കും. അതിൻ്റെ എൻട്രി നമുക്ക് 0.5ലും വെക്കാം, 0.55 ലൈനിലും വെക്കാം. ഓക്കെ, മാക്സിമം നിങ്ങൾ ഗോൾഡൊക്കെ മീൻസ് ഫോറക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു വോൾട്ടാലിറ്റി മീൻസ് നല്ലൊരു വ്യത്യാസം കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻട്രി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങളിപ്പോൾ 2 ലോട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ലോട്ട് നിങ്ങൾ 0.5ലും വെക്കാം, മറ്റു ലോട്ട് നിങ്ങൾ 0.559ലും വെക്കാം. ഓക്കെ, എല്ലാത്തിനും സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ ഒരു 0.786ലായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരും. ഓക്കെ, നിങ്ങൾ ഇവിടെ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് നമുക്ക് 0.786 വരും. നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരും എന്ന് പറയുമ്പോൾ ഒരു 60 പിപ്സ് ആണ് സ്റ്റോപ്പ് ലോസ് വരിക. ടാർഗറ്റ് നമുക്ക് ജസ്റ്റ് ഡ്രോ ചെയ്യണം. ഓക്കെ, ഈ ഒരു ഹൈ മാർക്ക് ചെയ്യേണ്ട. ഓക്കെ, 0AB. അപ്പോൾ നമുക്കിതാ നമ്മുടെ ടാർഗറ്റും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ സി ടാർഗറ്റ്. ഓക്കെ, സി ടാർഗറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി മാർക്കറ്റ് നേരെ നമ്മൾ ബി സിയിലേക്ക് വന്നു. മാർക്ക് നേരെ ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഓക്കെ, എത്ര പിപ്സ് കിട്ടി? ഏതാണ്ട് ഒരു 200 പിപ്സ് കിട്ടി. ഓക്കെ, അതാണ് നമുക്ക് 1:3.3 ആണ് നമുക്കിവിടെ റിവാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് $6. ഓക്കെ, $6 റിസ്ക് എടുത്തിട്ട് നമുക്ക് $20 ഇവിടെ പ്രോഫിറ്റ് കിട്ടി. ഓക്കെ, ഇതാണ് നമ്മുടെ ഗോൾഡിൽ ഏതാണ്ട് ഏപ്രിൽ 14-ാം തീയതി നടന്നൊരു ട്രേഡാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ ലിങ്ക് മാക്സിമം ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നാണ് നമുക്ക് സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, നല്ല ബെസ്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് കുറച്ചുകൂടെ കൺഫേം ആയിട്ട് നമുക്ക് സ്ട്രക്ചർ മീൻസ് സീക്വൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് കറക്റ്റ് പറഞ്ഞു തന്നു. ഓക്കെ, പിന്നെ എൻട്രീസിനെ കുറിച്ച് പറഞ്ഞു തന്നു. പിന്നെ ഞാൻ കറക്ഷൻസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഓക്കെ, ഏതൊക്കെ ടൈപ്പ് കറക്ഷനാണ്. ഓക്കെ, നോർമൽ കറക്ഷൻ, ഡീപ്പ് കറക്ഷൻ, ഡീപ്പർ കറക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു 3 ലെവൽ കറക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡീപ്പർ എന്നുള്ള ഞാൻ ജസ്റ്റ് ഒന്ന് പേര് വിളിച്ച് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 ലെവൽസ് നിങ്ങൾ മാക്സിമം ഐഡൻറ്റിഫൈ ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞത് ലെവൽസാണ് ഈ ഒരു 3 ടൈപ്സ്. ഓക്കെ, നോർമലും ഡീപ്പും ഡീപ്പറും. ഓക്കെ, അപ്പം ഈ ഒരു ലെവൽ എന്ന് പറയുമ്പം നോർമൽ കറക്ഷനാണ്. കാരണം ഇവിടെ കാണുന്നില്ലേ ബി എന്ന് പറയുമ്പം ഡീപ്പർ കറക്ഷൻ ആയതുകൊണ്ട് ബി സി നോർമൽ കറക്ഷനാണ്. എക്സാക്റ്റ് പിൻ പോയിൻ്റ് ഇവിടെ കാണുന്നില്ലേ ബി സിൻ്റെ കറക്റ്റ് 0.559 എന്ന ലെവലിലേക്ക് മാർക്കൊന്ന് ടാപ്പായി കത്തി കയറിപ്പോയി. ഇതിന് ഞാൻ ലൈവ് ട്രേഡ് എടുത്തായിരുന്നു. ഇതിൻ്റെ വീഡിയോ ആണെങ്കിൽ ടെലിഗ്രാമിൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഞാൻ ലൈവ് ട്രേഡ് എടുത്തതിൻ്റെ വീഡിയോ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ടെലിഗ്രാം ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ലൈവ് ട്രേഡ് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും ഈ ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു, ഈ ഒരു ഹൈ മാർക്കറ്റ് പ്രൊട്ടക്ട് ചെയ്തു. ഇവിടെ ഒരു OCL മുകളിലായിട്ട് ക്യാൻഡിൽ ക്ലോസ് കിട്ടി, ബി വന്നു, മാർക്കറ്റ് എ ബ്രേക്ക് ഔട്ട് കിട്ടി, ബി സിയിലേക്ക് വന്നു. ബി സിയിൽ നമുക്ക് നോർമൽ കറക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് 0.559 നമുക്ക് എൻട്രി വെക്കാൻ പറ്റും. സ്റ്റോപ്പ് ലോസ് നമുക്ക് 0.789 സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റും. ടാർഗറ്റ് നേരെ നമുക്ക് സിയിലേക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് റിസ്ക് റിവാർഡ് കിട്ടിയുള്ളത് 1:3 റിവാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, റിസ്ക് റിവാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് SK സിസ്റ്റത്തിൻ്റെ അഡ്വാൻസ് വീഡിയോ എന്നല്ല. ഓക്കെ, ഇത് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ബേസ് ചെയ്തുള്ള ഒരു തിയറിയാണ്. ഓക്കെ, ഒരു എൻട്രി മോഡലാണ്. അപ്പോൾ നിങ്ങളിത് മാക്സിമം ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് വർക്കാന്ന് കാണാൻ പറ്റും. എല്ലാ മാർക്കറ്റിലും വർക്കാന്ന് കാണാൻ പറ്റും. ഓക്കെ, പക്ഷേ നമുക്ക് 8 കൊടുത്ത് വർക്കാണ് കാണാൻ പറ്റും നമുക്ക് ക്രിപ്റ്റോ മാർക്കറ്റിലാണ്. ഓക്കെ, ട്രൈ ചെയ്യുക. ഓക്കെ, അത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെ SMC ബേസ് ചെയ്തിട്ട് മീൻസ് ഓർഡർ ബ്ലോക്കും FEG വെച്ചിട്ട് അങ്ങനെയാണ് നമുക്ക് എൻട്രി ചെയ്യുക. കുറച്ചുകൂടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് റിസ്ക് റിവാർഡൊക്കെ കിട്ടുന്ന നല്ലൊരു എൻട്രി മോഡൽ വീഡിയോ അടുത്തായിട്ട് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രം നമുക്ക് ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതും ഇത് മിക്സ്ഡ് ആണ്. ഓക്കെ, അതുകൊണ്ട് ആ ഒരു വീഡിയോ വരാണ്ട് ഇത്തിരി ലേറ്റ് ആവും. ആ ടൈമോടെ നിങ്ങൾ ഇത്
പഠിച്ച് ക്ലിയർ ആക്കുക. ഓക്കെ, അത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതിന് മികച്ച വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.